ഈ ആഖ്യാനം ഒരു ശ്രവ്യാനുഭവമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾക്ക് ശബ്ദവുമായി പൂർണ്ണമായ പൊരുത്തം ഉണ്ടാകണമെന്നില്ല. ദയവായി ശബ്ദത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ കഥ നമ്മൾ തുടങ്ങുന്നത് ജർമ്മനിയിൽ നിന്നൊന്നുമല്ല കേട്ടോ. പലരുടെയും ഒരു വിചാരമുണ്ട്, ഈ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യനൊരു അസൽ ജർമ്മൻകാരനാണെന്ന്. എവിടെ? സംഗതി അതല്ല. കഥയുടെ തുടക്കം അങ്ങ് ഓസ്ട്രിയയിലാ. ജർമ്മനിയുടെ ഒരു അയലോക്കത്തുള്ള ഒരു രാജ്യം. അവിടുത്തെ ഒരു ചെറിയ ടൗണിൽ ഒരു സാധാരണ കുടുംബത്തിൽ അങ്ങേര് ജനിച്ചത്. നമ്മളെപ്പോലൊക്കെയുള്ള സാധാരണക്കാർ താമസിക്കുന്ന ഒരു നാട്ടിൻപുറം. അങ്ങേരുടെ അപ്പൻ അലോയ്സ് എന്നായിരുന്നു പേര്. ഒരുമാതിരിപ്പെട്ട കണിശക്കാരനായിരുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. കസ്റ്റംസിലായിരുന്നു പണി. അറിയാമല്ലോ, ഈ സർക്കാർ പണിയുള്ള അപ്പന്മാരുടെ ഒരു സ്വഭാവം. പണ്ടത്തെ കാലമല്ലേ, പിള്ളേര് തങ്ങൾ പറയുന്ന വഴിയെ പോണം, തങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ജോലി മേടിക്കണം, ഒരു കുറവും വരുത്തരുത്, നാട്ടുകാരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കണം. ഇതൊക്കെ തന്നെയായിരുന്നു അലോയ്സിന്റെയും പോളിസി. പുള്ളിക്കാരൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നെന്നോ? മോനും പഠിച്ചു വലുതായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണം. ഒരു സ്ഥിര വരുമാനം, പെൻഷൻ, സമൂഹത്തിലൊരു വില. ഒരു ശരാശരി മലയാളി അപ്പൻ മക്കളെപ്പറ്റി കാണുന്ന സ്വപ്നം പോലെന്ന്. അതിനപ്പുറത്തേക്കൊരു ലോകമുള്ളതായിട്ടൊന്നും ആ മനുഷ്യന് തോന്നിയിട്ടില്ല. രാവിലെ എണീക്കുക, പണിക്ക് പോവുക, വൈകിട്ട് വന്ന് പിള്ളേരെ 2 വഴക്ക് പറയുക, അച്ചടക്കം പഠിപ്പിക്കുക, കിടന്നുറങ്ങുക. ഇതായിരുന്നു ലൈൻ. പക്ഷെ അമ്മ അങ്ങനല്ലായിരുന്നു. ക്ലാറ എന്നായിരുന്നു പേര്. ഒരു പാവം സ്ത്രീ. അപ്പൻ കണിശക്കാരനായതുകൊണ്ട് അതിൻ്റെ എല്ലാം കുറവ് തീർത്തത് അമ്മയായിരുന്നു. അഡോൾഫ് മോനെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനായിരുന്നു. അപ്പൻ്റെ കൈയ്യെന്ന് തല്ലുകൊള്ളുമ്പോഴും വഴക്ക് കേൾക്കുമ്പോഴും ഓടിച്ചെല്ലാൻ ഒരമ്മയുണ്ടായിരുന്നു. എന്റെ മോൻ വിഷമിക്കണ്ട, അമ്മയില്ലേന്ന് പറഞ്ഞ് തലോടാൻ ആളുണ്ടായിരുന്നു. ഈ അമിതമായ ലാളന ചെറുക്കനെ ഒരു പ്രത്യേക രീതിയിലാണ് വളർത്തിയത്. അപ്പനോട് ഒരുതരം ദേഷ്യവും പേടിയും, അമ്മയോട് അടങ്ങാത്ത സ്നേഹവും. അപ്പൻ പറയുന്നതൊന്നും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. അപ്പൻ വലത്തോട്ട് പോകാൻ പറഞ്ഞാൽ ഇടത്തോട്ട് പോകുന്നൊരു സ്വഭാവം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ചെറുക്കന് പണ്ടേ ഈ കണക്കും സയൻസും ഒന്നും തലക്കേറുന്ന ഐറ്റമല്ലായിരുന്നു. അവന്റെ മനസ്സ് മുഴുവൻ ചിത്രകലയിലായിരുന്നു. ഭയങ്കരമായിട്ട് പടം വരയ്ക്കുമായിരുന്നു. കിട്ടുന്ന കടലാസിലൊക്കെ കോറിയിടും. പുഴയും മരവും കെട്ടിടങ്ങളുമൊക്കെ നോക്കി അപ്പടിയെ പകർത്തും. അവന്റെ മനസ്സിൽ അവനൊരു വലിയ ചിത്രകാരനായിരുന്നു, ലോകമറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ്. പക്ഷേ ഈ ആഗ്രഹം അപ്പനോട് പറയാൻ പറ്റുമോ? വരച്ചോണ്ടിരുന്നാൽ നിനക്ക് ആരെങ്കിലും ചോറ് തരുമോടാ എന്ന ചോദ്യം വരുമെന്നവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോഴും അപ്പന്റെ കണ്ണു വെട്ടിച്ച് പുസ്തകത്തിന്റെ പുറകിലെ പേജിലൊക്കെ ആയിരുന്നു അവന്റെ ലോകം വിരിഞ്ഞത്. അപ്പന്റെ സ്വപ്നം സർക്കാർ ജോലി, മോന്റെ സ്വപ്നം ആർട്ടിസ്റ്റ്. രണ്ടും തീയും വെള്ളവും പോലെ. ഈയൊരു വാശി ചെറുപ്പം മുതലേ അവന്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ അപ്പൻ തെറ്റാണെന്നും താൻ ശരിയാണെന്നും തെളിയിക്കണമെന്നൊരു വാശി. സ്കൂൾ പഠനമൊക്കെ ഒരുവിധം തട്ടിയും മുട്ടിയും കഴിഞ്ഞു. അപ്പന്റെ നിർബന്ധത്തിന് വഴങ്ങി ഏതോ ഒരു ടെക്നിക്കൽ സ്കൂളിലൊക്കെ പോയെങ്കിലും അവിടെയും മനസ്സുറച്ചില്ല. ഇതിനിടയ്ക്ക് അപ്പൻ മരിച്ചു. അതോടെ ചെറുക്കൻ ഫ്രീയായി. തലയ്ക്ക് മുകളിൽ അധികാരസ്വരത്തിൽ സംസാരിക്കാൻ ആളില്ലാതായി. അമ്മയുടെ പൂർണ്ണ പിന്തുണയോടെ അവനൊരു തീരുമാനമെടുത്തു. വിയന്നയിലേക്ക് പോവുക. ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ് വിയന്ന. അക്കാലത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയ സാംസ്കാരിക നഗരങ്ങളിലൊന്ന്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആർട്ട് അക്കാഡമി അവിടെയുണ്ട്. അക്കാഡമി ഓഫ് ഫൈൻ ആർട്സ് വിയന്ന. അവിടെ അഡ്മിഷൻ കിട്ടിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട. ജീവിതം സെറ്റാണ്. അങ്ങനെ അമ്മ കൊടുത്ത പൈസയും എടുത്ത് തന്റെ ഏറ്റവും നല്ല ചിത്രങ്ങളും ഒരു പെട്ടിയിലാക്കി വലിയ സ്വപ്നങ്ങളുമായി അവൻ വിയന്നയ്ക്ക് വണ്ടി കയറി. അവന്റെ വിചാരമെന്തായിരുന്നെന്നോ? താൻ ഈ ചിത്രങ്ങളുമായി അങ്ങ് ചെല്ലുമ്പോഴേക്കും അവിടുത്തെ പ്രൊഫസർമാരൊക്കെ അന്തം വിട്ടുനിന്ന് "എവിടെയുണ്ടായിരുന്നു മോനെ നീ ഇത്രയും കാലം" എന്നൊക്കെ ചോദിച്ച് അവനെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിക്കും. ഇതായിരുന്നു മനസ്സിലെ പ്ലാൻ. വിയന്നയിലെത്തി. വലിയ നഗരം, വലിയ കെട്ടിടങ്ങൾ, ആകെ ഒരു ബഹളം. അവൻ ആർട്ട് അക്കാഡമിയുടെ മുന്നിൽ ചെന്നു നിന്നു. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിന്റെ വാതിൽ. അവൻ അകത്തു കയറി തന്റെ ചിത്രങ്ങളൊക്കെ ഭവ്യതയോടെ കൊടുത്തു. ഊഴം കാത്തുനിന്നു. അവസാനം അവന്റെ പേര് വിളിച്ചു. ഉള്ളിൽ കയറിയപ്പോൾ അവിടെ കുറേ പ്രൊഫസർമാരിയ്ക്കുന്നു. അവന്റെ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ടവർ പരസ്പരം നോക്കി എന്തോ അടക്കം പറഞ്ഞ് ചിരിച്ചു. അവനൊന്നും മനസ്സിലായില്ല. ഒടുവിൽ കൂട്ടത്തിലെ തലമുതിർന്നയാൾ അവനോട് പറഞ്ഞു, "മോനെ, നിനക്ക് കെട്ടിടങ്ങളൊക്കെ വരയ്ക്കാനൊരു കഴിവുണ്ട്. പക്ഷെ മനുഷ്യരെയും ജീവികളെയും വരയ്ക്കാൻ നിനക്ക് കഴിവില്ല. ഒരു ചിത്രകാരന് വേണ്ട അടിസ്ഥാനപരമായ കഴിവ് നിനക്കില്ല. അതുകൊണ്ട് ഇവിടെ നിനക്ക് അഡ്മിഷൻ തരാൻ പറ്റില്ല. വേണമെങ്കിൽ ആർക്കിടെക്ചർ വല്ലതും പോയി പഠിച്ചോ." ഇത് കേട്ടവൻ തകർന്നുപോയി.
അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ തിരിച്ചടി. താൻ ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രകാരനാണെന്ന് അഹങ്കരിച്ച് നടന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖത്തു നോക്കി നിനക്ക് കഴിയില്ലടാ എന്ന് പറഞ്ഞതിന് തുല്യമായിരുന്നു അത്. അവൻ ആ ചിത്രങ്ങളുമെടുത്ത് ആ പടിയിറങ്ങുമ്പോൾ അവന്റെ ലോകം കീഴ്മേൽ മറിഞ്ഞു. അപ്പൻ പറഞ്ഞതായിരുന്നു ശരി? തനിക്കൊരു കഴിവുമില്ലാത്തതുകൊണ്ടാണോ അപ്പൻ സർക്കാർ ജോലിക്ക് പോകാൻ പറഞ്ഞത്? അവന്റെ ഉള്ളിലെ ആത്മവിശ്വാസം മുഴുവൻ ചോർന്നുപോയി. അവൻ നാട്ടിലേക്ക് മടങ്ങിയില്ല. അമ്മയോടെന്തു പറയും? തോറ്റു മടങ്ങി വന്നുവെന്നോ? അവനതിന് കഴിഞ്ഞില്ല. വിയന്നയിൽ തന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷെ കയ്യിലെ കാശ പതിയെ തീർന്നു തുടങ്ങി. താമസിക്കാൻ ഇടമില്ലാതായി. രാത്രി റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചുകളിലും പാർക്കുകളിലുമൊക്കെയായ അന്തിയുറക്കം. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതായി. പെയിന്റിങ്ങിനും ചിത്രകലയ്ക്കും പേരുകേട്ട വിയന്നയുടെ തെരുവുകളിൽ അവൻ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി അലയുന്ന ഒരു പിച്ചക്കാരന്റെ അവസ്ഥയിലായി. അവൻ ചെറിയ പോസ്റ്റ് കാർഡുകളിലൊക്കെ വിയന്നയിലെ കെട്ടിടങ്ങളുടെ പടം വരച്ച് ടൂറിസ്റ്റുകൾക്ക് വിൽക്കാൻ തുടങ്ങി. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു ജീവിതം. ഈ കാലഘട്ടം അവനെ മാനസികമായി പാടെ മാറ്റിമറിച്ചു. ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോഴും സമൂഹം അവനെ പുച്ഛിച്ച് തള്ളുമ്പോഴും അവന്റെ ചിന്തകൾക്കൊരു പ്രത്യേക മൂർച്ച വരും. അവൻ ചുറ്റും നോക്കാൻ തുടങ്ങി. ഈ വലിയ നഗരത്തിൽ താൻ മാത്രം എന്താണിങ്ങനെ കഷ്ടപ്പെടുന്നത്? മറ്റുള്ളവരെങ്ങനെയാണ് സുഖമായി ജീവിക്കുന്നത്? അപ്പോഴാണവൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. വിയന്നയിലെ വലിയ വലിയ ബിസിനസ്സുകൾ, ബാങ്കുകൾ, പത്രസ്ഥാപനങ്ങൾ, വലിയ കടകൾ, ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ്. തലമുറകളായി അവിടെ കച്ചവടവും കാര്യങ്ങളുമൊക്കെയായി കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹം. അവർക്ക് അവരുടേതായ രീതികളും കൂട്ടായ്മകളുമൊക്കെയുണ്ട്. അവർ പരസ്പരം സഹായിച്ചാണ് വളരുന്നത്. അവരെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാരായ ഓസ്ട്രിയൻ ജനതയിൽ നിന്ന് അല്പം വ്യത്യസ്തരായിരുന്നു അവർ. പട്ടിണി കിടക്കുന്ന, തോറ്റുപോയ, അപമാനിതനായ ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഒരു വിഷം പതിയെ കലങ്ങാൻ തുടങ്ങി. എന്റെ ഈ ഗതികേടിന് കാരണം ഇവന്മാരാണ്. എന്റെ നാടായ ഓസ്ട്രിയയിൽ വന്ന് ഇവിടത്തെ എല്ലാ നല്ല കാര്യങ്ങളും ഇവന്മാർ കൈയാളുന്നു. ഞങ്ങളെപ്പോലുള്ള യഥാർത്ഥ നാട്ടുകാർക്കിവിടെ ഒരു വിലയുമില്ല. പട്ടിണി കിടക്കേണ്ടി വരുന്നു. ഇവന്മാരാണ് എല്ലാത്തിൻ്റെയും പുറകിൽ. ഈ കലാ അക്കാഡമിയിലെ പ്രൊഫസർമാരും ഒരുപക്ഷെ ഇവരുടെ ആൾക്കാരായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് അഡ്മിഷൻ തരാഞ്ഞത്. ഇങ്ങനെ അവൻ സ്വയം ന്യായീകരണങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. തന്റെ പരാജയങ്ങൾക്കെല്ലാം ഒരു ശത്രുവിനെ അവൻ കണ്ടെത്തി. അതൊരു എളുപ്പവഴിയായിരുന്നു. സ്വന്തം കഴിവുകേടിനെക്കുറിച്ചോ വിധിയെക്കുറിച്ചോ ചിന്തിക്കുന്നതിനേക്കാൾ എളുപ്പം തന്റെ അവസ്ഥയ്ക്ക് കാരണം മറ്റൊരാളാണെന്ന് വിശ്വസിക്കുന്നതായിരുന്നു. ഈ ചിന്തകൾ അവനെ കൂടുതൽ കൂടുതൽ അസ്ലോബ്ലിനം, അതായത് ഒസ്ലോബ്ലിനം ആക്കി. അവൻ വഴിയരികിൽ വിൽക്കുന്ന ചില പത്രങ്ങളും ലഘുലേഖകളും വായിക്കാൻ തുടങ്ങി. ഈ പ്രത്യേക സമൂഹത്തിനെതിരെ വളരെ മോശമായി എഴുതുന്ന കുറേ പ്രസിദ്ധീകരണങ്ങൾ അന്ന് വിയന്നയിലുണ്ടായിരുന്നു. താൻ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അച്ചടിമഷി പുരണ്ട് കാണുമ്പോൾ അവന്റെ വിശ്വാസം കൂടി. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ശരിയാണ്. ഇതൊക്കെ സത്യമാണ്. യുവന്മാരെ ഇവിടെ നിന്ന് ഓടിക്കാനും ഞങ്ങൾക്ക് രക്ഷയില്ല. ഇതിനിടയ്ക്ക് അവന്റെ അമ്മ അസുഖം ബാധിച്ചു മരിച്ചു. അതോടെ അവനുണ്ടായിരുന്ന അവസാനത്തെ സ്നേഹബന്ധവും അറ്റുപോയി. അവൻ പൂർണ്ണമായി ഒറ്റപ്പെട്ടു. ലോകത്തിൽ അവനെ സ്നേഹിക്കാനോ അവന് സ്നേഹിക്കാനോ ആരുമില്ലാത്ത ഒരവസ്ഥ. ഉള്ളിൽ കുന്നുകൂടിയ വെറുപ്പും നിരാശയും പ്രതികാരചിന്തയും മാത്രം ബാക്കി. അവനൊരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. ഇനി ഓസ്ട്രിയയിൽ നിന്നിട്ട് കാര്യമില്ലെന്നവന് തോന്നി. ജർമ്മനി, അതാണ് യഥാർത്ഥ പുരുഷന്മാരുടെ നാട്. അവിടുത്തെ ആൾക്കാർ കൂടുതൽ കരുത്തരും ദേശീയബോധമുള്ളവരുമാണ്. അങ്ങനെ അവൻ 1913 ജർമ്മനിയിലെ മ്യൂണിക് എന്ന നഗരത്തിലേക്ക് താമസം മാറി. മ്യൂണിക്കിലും അവന്റെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നില്ല. അവിടെയും ചെറിയ പെയിന്റിംഗ് പണികളൊക്കെയായി ഒതുങ്ങിക്കൂടി. പക്ഷെ വിയന്നയിൽ അവന്റെ മനസ്സിൽ വീണ വെറുപ്പിന്റെ വിത്ത് ഇവിടെ പതുക്കെ മുളയ്ക്കാൻ തുടങ്ങി. അവൻ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ബിയർ ഹാളുകളിലൊക്കെ പോകാൻ തുടങ്ങി. അവിടെ പലരും സംസാരിക്കുന്നത് ജർമ്മനിയുടെ പഴയ പ്രതാപത്തെക്കുറിച്ചായിരുന്നു. ജർമ്മൻ വംശം ലോകത്തിലെ ഏറ്റവും മികച്ച വംശമാണെന്നും മറ്റുള്ളവരെല്ലാം അതിന് താഴെയാണെന്നും വാദിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ അന്നുണ്ടായിരുന്നു. വിയന്നയിൽ വെച്ച് അവൻ വെറുത്ത ആ പ്രത്യേക സമൂഹം ജർമ്മനിയിലും വലിയ സാമ്പത്തിക ശക്തികളായിട്ടുണ്ടെന്നും അവരാണ് ജർമ്മനിയുടെ പല പ്രശ്നങ്ങൾക്കും കാരണമെന്നും പലരും പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. അതോടെ അവന്റെ ഉള്ളിലെ വെറുപ്പിന് ഒരു രാഷ്ട്രീയ മാനം കൈവന്നു. അത് വെറുമൊരു വ്യക്തിപരമായ വെറുപ്പല്ലാതായി. അതൊരു രാഷ്ട്രീയ ആശയമായി അവന്റെ ഉള്ളിൽ വളർന്നു. അവനിങ്ങനെ ദിശാബോധമില്ലാതെ എന്തു ചെയ്യണമെന്നറിയാതെ മ്യൂണിക്കിലെ തെരുവുകളിലൂടെ അലയുമ്പോഴാണ് ആ വാർത്ത വരുന്നത്. 1914 ഓഗസ്റ്റ് മാസം. ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങി. ജർമ്മനി യുദ്ധത്തിൽ പങ്കുചേർന്നിരിക്കുന്നു. ആ വാർത്ത കേട്ടപ്പോൾ അതുവരെ നിരാശനായി നടന്ന ഹിറ്റ്ലറുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അവനൊരുപാട് സന്തോഷമായി. എന്തിന്? യുദ്ധം, മരണം, നാശനഷ്ടം, ഇതിലെന്താണിത്ര സന്തോഷിക്കാൻ?
പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു രക്ഷപ്പെടലായിരുന്നു. അർത്ഥമില്ലാത്ത, ലക്ഷ്യമില്ലാത്ത, പരാജയപ്പെട്ട തന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം കിട്ടിയിരിക്കുന്നു. രാജ്യത്തിനു വേണ്ടി പോരാടുക, ഒരു ശത്രുവിനെതിരെ തോക്കെടുക്കുക, തന്റെ ഉള്ളിൽ കത്തുന്ന ഈ വെറുപ്പും ദേഷ്യവും പ്രകടിപ്പിക്കാനുള്ള അവസരം. താനൊരു ഭീരുവല്ലെന്നും കഴിവുകെട്ടവനല്ലെന്നും ലോകത്തെ കാണിക്കാനൊരു സുവർണാവസരം. അവനൊരു ഓസ്ട്രിയൻ പൗരനായിരുന്നിട്ടും ജർമ്മൻ സൈന്യത്തിൽ ചേരാൻ അപേക്ഷ നൽകി. എന്തോ ഭാഗ്യത്തിന് ആ യുദ്ധത്തിന്റെ ബഹളത്തിനിടയിൽ ആരും അവന്റെ പൗരത്വം കാര്യമായി ശ്രദ്ധിച്ചില്ല. അവന് പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടി. വർഷങ്ങളായി അവൻ ധരിച്ചിരുന്ന പഴകിയ കോട്ട് അഴിച്ചുമാറ്റി ഒരു പട്ടാള യൂണിഫോം അവൻ അണിഞ്ഞു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവനെത്തന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല. പരാജയപ്പെട്ട ആ ചിത്രകാരൻ മരിച്ചിരിക്കുന്നു. പകരമിതാ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു പട്ടാളക്കാരൻ. അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ അധ്യായം അവിടെ അവസാനിക്കുകയായിരുന്നു. വിയന്നയിലെ തെരുവുകളിൽ അലഞ്ഞ, വിശപ്പും അപമാനവും മാത്രം സമ്പാദ്യമായിരുന്ന ആ ചെറുപ്പക്കാരൻ ഒരു തോക്കും തോളിലേറ്റി യുദ്ധമുഖത്തേക്ക് യാത്രയാവുകയായിരുന്നു. ആ യുദ്ധം അവനെ എന്താക്കി തീർക്കുമെന്ന് അവനോ ലോകമോ അന്നറിഞ്ഞിരുന്നില്ല. പട്ടാള യൂണിഫോമിട്ട് തോക്കുമെടുത്ത് യുദ്ധത്തിനു പോകുമ്പോൾ അവന്റെ വിചാരം അതൊരു വലിയ ഹീറോയിസത്തിന്റെ കളിയാണെന്നായിരുന്നു. സിനിമയിലൊക്കെ കാണുന്നതുപോലെ ധീരമായി മുന്നോട്ടു പായുക, ശത്രുക്കളെ ഒന്നൊന്നായി വെടിവെച്ചിടുക, വിജയശ്രീലാളിതനായി തിരികെ വരിക, ഇതായിരുന്നു മനസ്സിലെ ചിത്രം. പക്ഷെ യുദ്ധക്കളത്തിലെത്തിയപ്പോഴാണ് സംഗതിയുടെ കിടപ്പ് മനസ്സിലായത്. അതൊരുമാതിരിപ്പെട്ട നരകമായിരുന്നു. ഫ്രാൻസിന്റെയും ബെൽജിയത്തിന്റെയും അതിർത്തിയിൽ വലിയ കിടങ്ങുകൾ കുഴിച്ചാണ് യുദ്ധം. മൈലുകളോളം നീളത്തിൽ ആഴത്തിൽ കുഴിച്ച വലിയ ചാലുകൾ. അതിനകത്താണ് ജീവിതം. രാവും പകലും അതിനകത്ത് തന്നെ. തലയ്ക്ക് മുകളിലൂടെ വെടിയുണ്ടകൾ ചീറിപ്പായുന്നുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് വലിയ ഷെല്ലുകൾ വന്ന് പൊട്ടിത്തെറിക്കും. കൂടെ കിടന്നവൻ അടുത്ത നിമിഷം കാണില്ല. എപ്പോഴും ചളിയും വെള്ളവും. മഴ പെയ്താൽ കുഴിയൊരു ചെളിക്കുളമാകും. ചത്ത എലികളും മനുഷ്യരുടെ ശവങ്ങളും അഴുകിനാറുന്ന മണം. ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ കിട്ടി. ഉറക്കമെന്ന സാധനം മറന്നുപോകും. ഈ ഒരു സാഹചര്യത്തിൽ ഏത് ധൈര്യശാലിയുടെയും ഉള്ളിലെ ഹീറോയിസം പമ്പ കടക്കും. ജീവനൊന്ന് തിരിച്ചു കിട്ടിയാൽ മതിയെന്നാകും ചിന്ത. പക്ഷേ ഹിറ്റ്ലറിന് അതൊരു പ്രശ്നമായിരുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അവൻ ഈ ജീവിതം ആസ്വദിക്കുകയായിരുന്നു. കാരണമെന്താണെന്നറിയാമോ? വിയന്നയിലെ തെരുവിൽ പട്ടിണി കിടന്ന് അപമാനിതനായി ആർക്കും വേണ്ടാതെ ജീവിച്ചതിനേക്കാൾ ഭേദമായിരുന്നു അവൻ ഈ പട്ടാള ജീവിതം. ഇവിടെ അവനൊരു ലക്ഷ്യമുണ്ട്: ശത്രുവിനെ കൊല്ലുക. അവനൊരു അംഗീകാരമുണ്ട്: ജർമ്മൻ പട്ടാളക്കാരൻ. അവന് കൃത്യമായി ഭക്ഷണം കിട്ടുന്നുണ്ട്. അവനൊരു കൂട്ടായ്മയുടെ ഭാഗമാണ്. അവന്റെ ജീവിതത്തിൽ ആദ്യമായി അവനൊരു കുടുംബം കിട്ടിയതുപോലെയായിരുന്നു അത്. ആ പട്ടാള യൂണിറ്റായിരുന്നു അവന്റെ ലോകം. അവന്റെ പണി കുറച്ച് വ്യത്യസ്തമായിരുന്നു. അവൻ മുൻനിരയിൽ നിന്ന് വെടിവെക്കുന്ന ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്നില്ല. അവനൊരു മെൽഡബോട്ടയായിരുന്നു. എന്നുവെച്ചാൻ ഒരു റണ്ണർ, ഒരു ദൂതൻ. യുദ്ധത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന പട്ടാളക്കാർക്ക് കമാൻഡിംഗ് ഓഫീസർമാരുടെ നിർദ്ദേശങ്ങൾ എത്തിക്കുക, അവിടത്തെ വിവരങ്ങൾ തിരികെ ഓഫീസിൽ അറിയിക്കുക. ഇതായിരുന്നു പണി. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും അങ്ങേയറ്റം അപകടം പിടിച്ച ജോലിയായിരുന്നു അത്. കാരണം ഈ കിടങ്ങുകളിൽ നിന്ന് മറ്റേ കിടങ്ങിലേക്ക് ഓടുന്നത് തുറന്ന സ്ഥലത്തുകൂടിയാണ്. ശത്രുക്കൾക്ക് കൃത്യമായി കാണാനും വെടിവെച്ചിടാനും പറ്റുന്ന ഒരിടം. ഒന്ന് തല ഉയർത്തിയാൽ തീർന്നു. ഒരുപാട് പേർ ഈ ജോലിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹിറ്റ്ലർ അത് ധൈര്യമായി ഏറ്റെടുത്തു. പല പ്രാവശ്യം മരണത്തെ മുഖാമുഖം കണ്ടു. ഒരിക്കൽ ഒരു ഷെൽ പൊട്ടിത്തെറിച്ച് അവന്റെ തൊട്ടടുത്തുണ്ടായിരുന്നവരൊക്കെ മരിച്ചു. അവനു മാത്രം ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മറ്റൊരു തവണ അവനൊരു കിടങ്ങിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു തോന്നൽ: ഇവിടെ ഇരിക്കണ്ട, മാറിയിരിക്കാം. അവൻ എണീറ്റു മാറിയതും ആ നിമിഷം അവിടെ ഒരു ഷെൽ വന്നു വീണു. കൂടെയുണ്ടായിരുന്നവർ ചിതറിത്തെറിച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ അവനൊരു വിശ്വാസം വന്നു. താൻ അങ്ങനെയൊന്നും മരിക്കില്ല. തനിക്കെന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വിധി തന്നെ സംരക്ഷിക്കുന്നുണ്ടെന്ന്. കൂടെയുള്ള പട്ടാളക്കാർക്ക് അവനൊരു അത്ഭുതമായിരുന്നു. അവർക്ക് അവനോടൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവന്റെ ധൈര്യം അവർ നേരിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അവർക്കവനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റിയില്ല. അവനൊരു ഒറ്റയാനായിരുന്നു. മറ്റുള്ളവർ യുദ്ധത്തിനിടയ്ക്ക് കിട്ടുന്ന ഇടവേളകളിൽ വീട്ടിലേക്ക് കത്തെഴുതുമ്പോഴും നാട്ടിലെ പെണ്ണുങ്ങളെപ്പറ്റി പറഞ്ഞ് ചിരിക്കുമ്പോഴും കിട്ടുന്ന മദ്യം കഴിച്ച് ബഹളം വയ്ക്കുമ്പോഴും ഹിറ്റ്ലർ ഇതൊന്നും ചെയ്യാതെ മാറി നിൽക്കും. ഒന്നുകിൽ അവൻ ഏതെങ്കിലും പുസ്തകം വായിച്ചിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കും. നമ്മുടെ കഷ്ടപ്പാടിനൊക്കെ കാരണം നാട്ടിലിരിക്കുന്ന കുറേ നേതാക്കന്മാരാണ്. ആ കച്ചവട സമൂഹം യുദ്ധത്തിൽ നിന്ന് ലാഭമുണ്ടാക്കുകയാണ്. ജർമ്മൻ വംശത്തിന്റെ ശക്തി ലോകം കാണാൻ പോകുന്നതേയുള്ളൂ എന്നൊക്കെ അവൻ പറയുമ്പോൾ
ചളിയിൽ കിടക്കുന്ന ബാക്കിയുള്ളവർ അവനെ ഒരുമാതിരി പിരാന്തോടെ നോക്കും. അവൻ ഇത്തിരി വട്ടാണ്, പക്ഷേ ചങ്ങൂറ്റമുള്ളവനാണ് എന്നായിരുന്നു പൊതുവെയുള്ള അഭിപ്രായം. അവന്റെ ധൈര്യത്തിന് അംഗീകാരം കിട്ടാതിരുന്നില്ല. അവന് 2 പ്രാവശ്യം അയൺ ക്രോസ് എന്ന പട്ടാളത്തിലെ വലിയ ബഹുമതി കിട്ടി. രണ്ടാമത് കിട്ടിയത് അയൺ ക്രോസ് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അതൊരു വലിയ സംഭവമായിരുന്നു. സാധാരണയായി ഓഫീസർ റാങ്കിലുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു ബഹുമതിയാണത്. അവനെപ്പോലെ ഒരു കോർപ്പറൽ റാങ്കിലുള്ള സാധാരണക്കാരന് അത് കിട്ടുകയെന്നത് അക്കാലത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു. ഒരു ജൂതനായ ഓഫീസറാണ് അവനീ മെഡലിനു വേണ്ടി ശുപാർശ ചെയ്തത് എന്നുള്ളത് പിന്നീട് ചരിത്രത്തിലെ ഒരു തമാശയായി മാറി. ആ മെഡൽ അവന്റെ നെഞ്ചിൽ തൂങ്ങിയപ്പോൾ പണ്ട് വിയന്നയിലെ ആർട്ട് അക്കാഡമിയിൽ നിന്ന് അപമാനിതനായി ഇറങ്ങിപ്പോയ ആ ചെറുപ്പക്കാരന്റെ എല്ലാ അപകർഷതാബോധവും മാറി. അവനൊരു ഹീറോ ആയി. ആ മെഡൽ അവന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി. പിൽക്കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവായി മാറുമ്പോഴും തന്റെ ധൈര്യത്തിനും രാജ്യസ്നേഹത്തിനും തെളിവായി അവനെപ്പോഴും ഉയർത്തിക്കാണിച്ചിരുന്നത് ഈ മെഡലായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. 1914 തുടങ്ങിയ യുദ്ധം 1918 തീരുന്നില്ല. ജർമ്മനി പതിയെ ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു. നാട്ടിൽ ഭക്ഷണമില്ലാതായി. സാധനങ്ങൾക്ക് തീപിടിച്ച വിലയായി. യുദ്ധം മതിയായി എന്നൊരു വികാരം ജനങ്ങൾക്കിടയിൽ പടർന്നുപിടിച്ചു. പക്ഷേ ഹിറ്റ്ലറിനെയും അവനെപ്പോലുള്ള പട്ടാളക്കാരെയും സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. അവർ ഇപ്പോഴും വിശ്വസിച്ചത് ജർമ്മനി ജയിക്കുമെന്ന് തന്നെയാണ്. ഇത്രയധികം ത്യാഗം സഹിച്ചത് വെറുതെ ആകില്ലെന്ന് അവർ ഉറപ്പിച്ചു. 1918 ഒക്ടോബർ മാസം. യുദ്ധം അവസാനിക്കാൻ നേടികൾ മാത്രം ബാക്കി. ഹിറ്റ്ലറിന്റെ യൂണിറ്റ് ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. രാത്രിയിൽ ശത്രുക്കൾ ഒരു ഗ്യാസ് ആക്രമണം നടത്തി. വിഷവാതകം. അതൊരു നിശബ്ദനായ കൊലയാളിയായിരുന്നു. കാറ്റിലൊഴുകിവരുന്ന ആ വാതകം ശ്വസിച്ചാൽ ശ്വാസം മുട്ടി മരിക്കും, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടും. ആ ആക്രമണത്തിൽ ഹിറ്റ്ലറിനും ഗ്യാസ് അടിച്ചു. അവന്റെ കണ്ണുകൾക്ക് പ്രചണ്ഡമായ നീറ്റലുണ്ടായി. പതിയെ പതിയെ കാഴ്ച മങ്ങാൻ തുടങ്ങി. അവസാനം പൂർണ്ണമായി ഇരുട്ടിലായി. കാഴ്ച നഷ്ടപ്പെട്ട അവനെ ചികിത്സയ്ക്കായി ജർമ്മനിയിലെ ഒരു പട്ടാള ആശുപത്രിയിലേക്ക് മാറ്റി. ആ ആശുപത്രിയിലെ കട്ടിലിൽ കണ്ണിൽ ബാൻഡേജുമായി അവൻ കിടന്നു. ചുറ്റും നടക്കുന്നതൊന്നും കാണാൻ വയ്യ, പക്ഷേ കേൾക്കാം. യുദ്ധം ജയിച്ചതിന്റെ വാർത്ത കേൾക്കാനായി അവൻ കാതോർത്തിരുന്നു. അവന്റെ കാഴ്ച തിരികെ കിട്ടുമ്പോഴേക്കും വിജയത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കുചേരാമെന്ന് അവൻ സ്വപ്നം കണ്ടു. ദിവസങ്ങൾ കടന്നുപോയി. അവന്റെ കണ്ണിന്റെ വേദന കുറഞ്ഞു. കാഴ്ച പതിയെ തിരികെ വരാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ആശുപത്രിയിൽ അസാധാരണമായ ഒരു നിശബ്ദത. പിന്നെ ആളുകൾ അടക്കം പറയുന്നത് കേൾക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രായമായ ഒരു പാതിരി അങ്ങോട്ട് കടന്നുവന്നു. അദ്ദേഹം എല്ലാ പട്ടാളക്കാരോടുമായി ഒരു അറിയിപ്പ് നൽകാനാണ് വന്നത്. ആ മനുഷ്യൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ആ വാർത്ത പറഞ്ഞു. ജർമ്മനി യുദ്ധത്തിൽ തോറ്റിരിക്കുന്നു. നമ്മൾ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. കൈസർ, ജർമ്മൻ ചക്രവർത്തി, നാടുവിട്ടുപോയിരിക്കുന്നു. ജർമ്മനി ഇനിയൊരു റിപ്പബ്ലിക്കായിരിക്കും. ആ വാക്കുകൾ കേട്ട നിമിഷം ഹിറ്റ്ലർ തകർന്നുപോയി. അവന്റെ ലോകം വീണ്ടും കീഴ്മേൽ മറിഞ്ഞു. ഇത്തവണ വിയന്നയിൽ വെച്ചുണ്ടായതിനേക്കാൾ വലിയ ആഘാതമായിരുന്നു അത്. തോറ്റെന്നോ? എങ്ങനെ? അസാധ്യം. ജർമ്മൻ സൈന്യം തോറ്റിട്ടില്ല. താനും തന്റെ സഹപ്രവർത്തകരും ശത്രുവിന്റെ ഒരിഞ്ചു മണ്ണുപോലും വിട്ടുകൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് തോൽക്കുന്നത്? അവന്റെ തലയ്ക്കകത്ത് 1000 ചോദ്യങ്ങൾ ഒരുമിച്ചു പൊട്ടിത്തെറിച്ചു. അവൻ ആ കട്ടിലിലേക്ക് മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു അവൻ കരയുന്നത്. അമ്മ മരിച്ചപ്പോൾ പോലും അവൻ ഇങ്ങനെ കരഞ്ഞിട്ടില്ല. ആ കരച്ചിൽ സങ്കടത്തിന്റെ മാത്രമായിരുന്നില്ല. അതിലടങ്ങാത്ത ദേഷ്യവും നിസ്സഹായതയും അപമാനവുമുണ്ടായിരുന്നു. 4 വർഷം താൻ സഹിച്ച കഷ്ടപ്പാടുകൾ, തന്റെ സുഹൃത്തുക്കളുടെ മരണം, താൻ കണ്ട സ്വപ്നങ്ങൾ എല്ലാം വെറുതെയായിരിക്കുന്നു. ആശുപത്രിയിലെ ആ ഇരുണ്ട മുറിയിലിരുന്ന് അവൻ ചിന്തിച്ചു. ഇല്ല, സൈന്യം തോറ്റതല്ല, ഞങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയതാണ്. നാട്ടിലിരുന്ന് സുഖമായി ജീവിച്ച കുറേ രാഷ്ട്രീയക്കാരും യുദ്ധം കൊണ്ട് ലാഭമുണ്ടാക്കിയ ആ കച്ചവടക്കാരും ചേർന്ന് നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുത്തു. പട്ടാളക്കാർ മുന്നിൽ നിന്ന് പൊരുതുമ്പോൾ ഇവർ പിന്നിൽ നിന്ന് നമ്മുടെ നട്ടെല്ല് തകർത്തു. ഈ ചിന്ത അവന്റെ മനസ്സിൽ ഒരു തീക്കട്ട പോലെ എരിയാൻ തുടങ്ങി. ഇതിനെയാണ് പിന്നീട് ഡോൾസ്റ്റോസ് ലെജൻഡ് അഥവാ പിന്നിൽ നിന്നുള്ള കുത്ത് സിദ്ധാന്തം എന്ന് ചരിത്രകാരന്മാർ വിളിച്ചത്. സൈന്യം യുദ്ധക്കളത്തിൽ തോറ്റതല്ല, സ്വന്തം നാട്ടുകാർ തന്നെ ചതിച്ചതാണെന്നുള്ള വിശ്വാസം. അവന്റെ കണ്ണുനീർ വറ്റി. പകരം ഉള്ളിലൊരു തീരുമാനമുറച്ചു. കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അപമാനിതയായ ചതിക്കപ്പെട്ട തന്റെ രാജ്യത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഈ ചതിക്ക് പകരം ചോദിക്കണം. ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരെ പാഠം പഠിപ്പിക്കണം. ജർമ്മനിയെ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അവൻ കണ്ണാടിയിൽ നോക്കി. കാഴ്ച പൂർണ്ണമായി തിരികെ വന്നിരിക്കുന്നു.
പക്ഷേ ആ കണ്ണുകളിൽ പഴയ ആളായിരുന്നില്ല. അതിലൊരുതരം ഭ്രാന്തമായ തിളക്കമുണ്ടായിരുന്നു. ഒരു ദൃഢനിശ്ചയത്തിന്റെ തീജ്വാല. അന്ന് ആ ആശുപത്രിയിലെ കട്ടിലിൽ കിടന്ന് അവനൊരു തീരുമാനമെടുത്തു. ഇനി എനിക്കൊരു ചിത്രകാരനാകേണ്ട. എനിക്കൊരു സാധാരണ ജീവിതം വേണ്ട. എന്റെ ജീവിതം ഇനി രാഷ്ട്രീയത്തിനു വേണ്ടിയുള്ളതാണ്. യുദ്ധം കഴിഞ്ഞു. കാഴ്ച തിരികെ കിട്ടിയ ഹിറ്റ്ലർ ആശുപത്രി വിട്ടു. പക്ഷേ അവനിപ്പോൾ പോകാനൊരിടമില്ല. സൈന്യം പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് പട്ടാളക്കാർ തൊഴിലില്ലാതെ തെരുവിലേക്ക് വരുന്നു. രാജ്യമാകെ താറുമാറായ ഒരവസ്ഥ. പണത്തിനു വിലയില്ല, എവിടെയും ലഹളയും ബഹളവും. ഈയൊരു സാഹചര്യത്തിൽ നെഞ്ചത്തൊരു മെഡലും മനസ്സിലൊരു പ്രതികാരവുമായി എന്തു ചെയ്യണമെന്നറിയാതെ അവൻ മ്യൂണിക്കിലെ തെരുവുകളിലേക്ക് തിരികെയെത്തി. പരാജയപ്പെട്ട ഒരു രാജ്യത്തെ പരാജയപ്പെട്ട ഒരു പട്ടാളക്കാരൻ. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ ജനിച്ചിരുന്നു. ആ മനുഷ്യൻ ജർമ്മനിയുടെയും ലോകത്തിന്റെയും ചരിത്രം മാറ്റിയെഴുതാൻ പോകുകയാണെന്ന് അന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. യുദ്ധം കഴിഞ്ഞ് മ്യൂണിക്കിൽ തിരിച്ചെത്തിയപ്പോൾ സംഗതി ആകെ കുളവായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു നാടല്ല അന്ന് ജർമ്മനി. ആകെ ഒരു പുകഞ്ഞ കൊള്ളി. രാജ്യം ഭരിക്കാൻ ആളില്ല. ഉണ്ടായിരുന്ന ചക്രവർത്തി നാടുവിട്ടുപോയി. പകരം വന്ന പുതിയ ഗവൺമെന്റിന് ഒരു പിടിയുമില്ല. പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ട ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഒരു പണിയുമില്ലാതെ തെരുവിൽ അരഞ്ഞു തിരിയുന്നു. കയ്യിലുള്ള കാശിന് ഒരു വിലയുമില്ല. രാവിലെ ഒരു ചായയ്ക്ക് കൊടുക്കുന്ന പൈസ പോരാ ഉച്ചയ്ക്ക്. അമ്മാതിരി വില കയറ്റം. നാട്ടിലാകെ ബഹളം, തല്ല്, സമരം. ചിലര് പറയുന്നു നമുക്ക് റഷ്യയിലെ പോലൊരു ഭരണം വേണമെന്ന്. വേറെ ചിലര് പറയുന്നു പട്ടാളം ഭരിക്കണമെന്ന്. ആകെ കൂടി ഒരു അലുക്കുലുത്ത അവസ്ഥ. നമ്മുടെ നാട്ടിലൊരു ഹർത്താൽ കഴിയുന്ന പിറ്റേന്നത്തെ അവസ്ഥ പോലെയല്ല, ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ഹർത്താൽ പോലെയായിരുന്നു അവിടം. ഈയൊരു സാഹചര്യത്തിലാണ് ഹിറ്റ്ലർ മ്യൂണിക്കിൽ നിൽക്കുന്നത്. കീശ കാലി. പക്ഷെ നെഞ്ഞിലിരുന്നൊരു സാധനം കത്തുന്നുണ്ട്. ആ തോൽവിയുടെ അപമാനം. അവനിപ്പോഴും പട്ടാളത്തിന്റെ ശമ്പളപ്പട്ടികയിലാണ്. പൂർണ്ണമായി പിരിച്ചുവിട്ടിട്ടില്ല. സൈന്യത്തിലെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഒരു ബാരക്കിൽ ഒതുങ്ങിക്കൂടി. അവന്റെ ഭാവി എന്താണെന്ന് അവനുപോലും ഒരു രൂപവുമില്ലായിരുന്നു. അപ്പോഴാണ് പട്ടാളത്തിലെ വലിയ സാറന്മാർക്കൊരു പേടി തുടങ്ങിയത്. ഈ മ്യൂണിക്കിൽ ദിവസവും പുതിയ പുതിയ രാഷ്ട്രീയ പാർട്ടികൾ പൊട്ടിമുളയ്ക്കുകയാണ്. അതിൽ പലതും രാജ്യത്തിന് അപകടം ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി വരുന്നവർ. റഷ്യയിൽ നടന്നതുപോലെ ഇവിടെയും ഒരു വിപ്ലവമുണ്ടാക്കി ഭരണം പിടിച്ചാലോ എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പാർട്ടികളിലൊക്കെ എന്താണ് നടക്കുന്നതെന്നറിയാൻ അവർ ഒരു രഹസ്യ വിഭാഗം തുടങ്ങി. വിശ്വസ്തരായ ചില പട്ടാളക്കാരെ തിരഞ്ഞെടുത്ത് അവരെ ഈ പാർട്ടികളുടെ യോഗങ്ങൾക്കയക്കും. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചോർത്തിയെടുത്ത് റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ സമ്മേളനത്തിലൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ചുകാര് മഫ്തിയിൽ വന്നിരിക്കുന്ന പോലൊരു സെറ്റപ്പ്. ഈ ജോലിക്ക് പറ്റിയ ഒരാളായി അവർ ഹിറ്റ്ലറെ കണ്ടു. കാരണം അവൻ യുദ്ധത്തിൽ ധൈര്യം തെളിയിച്ചവനാണ്. നെഞ്ചിൽ അയൺ ക്രോസ് ഉണ്ട്. രാജ്യത്തോട് കൂറുള്ളവനാണ്. പിന്നെ അത്യാവശ്യം വിവരവുമുണ്ട്. അങ്ങനെ ഹിറ്റ്ലർ ഒരു ചാരനായി. പട്ടാളത്തിന്റെ ഇൻഫോമർ. ഈ ജോലിക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കുറച്ച് രാഷ്ട്രീയ പരിശീലന ക്ലാസുകളൊക്കെ ഉണ്ടായിരുന്നു. ജർമ്മനിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെ, നമ്മുടെ ശത്രുക്കളാര്, സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാരണമെന്ത് എന്നൊക്കെയായിരുന്നു ക്ലാസ്സിലെ വിഷയം. ആ ക്ലാസുകൾ ഹിറ്റ്ലറിന് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ പഠിപ്പിച്ച പല കാര്യങ്ങളും അവൻ പണ്ടേ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. ജർമ്മനിയുടെ തോൽവിക്ക് കാരണം പിന്നിൽ നിന്നുള്ള കുത്താണ്. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ നിയന്ത്രിക്കുന്നത് ആ പ്രത്യേക കച്ചവട സമൂഹമാണ്. ജർമ്മൻ വംശമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വംശം എന്നൊക്കെയുള്ള ആശയങ്ങൾ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ പറയുമ്പോൾ അവന്റെ ഉള്ളിലുള്ള സംശയങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയ പോലെയായി. അവൻ കൂടുതൽ ആവേശത്തോടെ ഈ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ പരിശീലനമൊക്കെ കഴിഞ്ഞ് അവൻ പണി തുടങ്ങി. മ്യൂണിക്കിലെ ബിയർ ഹാളുകളിലും ചെറിയ ഹാളുകളിലുമൊക്കെ നടക്കുന്ന പലതരം രാഷ്ട്രീയ യോഗങ്ങളിൽ അവനൊരു സാധാരണക്കാരനെ പോലെ പോയിരിക്കും. അവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കും. ആളുകൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കും. എന്നിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടാക്കി മേലുദ്യോഗസ്ഥർക്ക് കൊടുക്കും. മിക്കവാറും പാർട്ടികളൊക്കെ ഒരു തമാശയായിരുന്നു. 4-5 പേരിരുന്ന ബിയറും കുടിച്ച് രോഗകാര്യം പറയും. അവസാനം പിരിഞ്ഞുപോകും. അതാണ് പാർട്ടി. ഇതൊക്കെ കണ്ട അവന് തന്നെ ചിരി വരും. അങ്ങനെ 1919 സെപ്റ്റംബർ മാസം ഒരു ദിവസം അവനൊരു പുതിയ അസൈൻമെന്റ് കിട്ടി. ജർമ്മൻ തൊഴിലാളി പാർട്ടി അഥവാ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്നൊരു പാർട്ടിയുടെ യോഗത്തിൽ പങ്കെടുക്കണം. പേര് കേട്ടപ്പോൾ അവനൊരു കൗതുകം തോന്നി. ഒരു പേരിനൊരു ഗമയൊക്കെയുണ്ടെങ്കിലും സംഗതി ഒരു പീറക്കേസായിരുന്നു. മ്യൂണിക്കിലെ ഒരു സാധാരണ ബിയർ ഹാളിലാണ് പരിപാടി. അവൻ ചെന്നപ്പോൾ അവിടെ ആകെ 20-25 പേരുണ്ട്. മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ബിയർ കുടിക്കുന്നു. സ്റ്റേജിൽ ഒരാൾ നിന്ന് വളരെ വിരസമായ ഒരു പ്രസംഗം നടത്തുന്നു. സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. കേട്ടിരുന്ന് ഹിറ്റ്ലറിന് ഉറക്കം വന്നു. ഇവന്മാരൊരു ഭീഷണിയുമല്ല, വെറും സമയം കൊല്ലി പരിപാടിയാണെന്ന് മനസ്സിൽ കരുതി അവൻ എഴുന്നേറ്റ് പോകാൻ തയ്യാറായി. അപ്പോഴാണ് സദസ്സിൽ നിന്നും മറ്റൊരാൾ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങിയത്. ഒരു പ്രൊഫസറാണെന്ന് തോന്നുന്നു. അങ്ങേരൊരു പുതിയ ആശയം മുന്നോട്ട് വെച്ചു. ജർമ്മനിയിലെ ബവേറിയ എന്ന സംസ്ഥാനം മ്യൂണിക് ബവേറിയയുടെ തലസ്ഥാനമാണ്.
ജർമ്മനിയിൽ നിന്ന് വേർപെട്ട് ഓസ്ട്രിയയുമായി ചേർന്ന് ഒരു പുതിയ രാജ്യം രൂപീകരിക്കണമെന്നായിരുന്നു അങ്ങേരുടെ വാദം. ഇത് കേട്ടതും അതുവരെ മൂലയ്ക്ക് കുത്തിയിരുന്ന ഹിറ്റ്ലറുടെ ഉള്ളിലിരുന്ന സാധനം പുറത്തുചാടി. അവന്റെ തല പെരുത്തു. എന്താ ഇവൻ ഈ പറയുന്നത്? ബവേറിയ ജർമ്മനിയിൽ നിന്ന് പോകാനോ? താനും തന്റെ ലക്ഷക്കണക്കിന് സഹപ്രവർത്തകരും 4 വർഷം ജീവൻ പണയം വെച്ച് യുദ്ധം ചെയ്തത് ജർമ്മനിയുടെ ഐക്യത്തിനു വേണ്ടിയല്ലേ? ഇയാൾ ഈ രാജ്യത്തെ വീണ്ടും വെട്ടിമുളിക്കാൻ നോക്കുന്നോ? അവന് സഹിക്കാൻ പറ്റിയില്ല. അവൻ ചാടി എഴുന്നേറ്റു. അവൻ ആ പ്രൊഫസറോട് തർക്കിക്കാൻ തുടങ്ങി. പതിയെ തുടങ്ങിയ സംസാരം ഒരലർച്ചയായി മാറി. അതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന, മൂലയ്ക്കൊതുങ്ങിയിരുന്ന ആ മെലിഞ്ഞ മനുഷ്യൻ ഒരു കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിച്ചു. അവന്റെ ശബ്ദം ഒരു സാധാരണ ശബ്ദമല്ലായിരുന്നു. വർഷങ്ങളായി ഉള്ളിലടക്കി വെച്ച ദേഷ്യവും അപമാനവും നിരാശയും മുഴുവൻ ആ വാക്കുകളിലുണ്ടായിരുന്നു. നിങ്ങൾ ആരാണ് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ? ഞങ്ങളൊക്കെ ചോരയൊഴുക്കിയത് ഇതിനാണോ? അവൻ ആ പ്രൊഫസറുടെ ഓരോ വാദങ്ങളെയും എണ്ണി ഖണ്ഡിച്ചു. ജർമ്മൻ ദേശീയതയെക്കുറിച്ചും വംശീയ ഐക്യത്തെക്കുറിച്ചും സൈനികരുടെ ത്യാഗത്തെക്കുറിച്ചുമൊക്കെ അവൻ ആവേശത്തോടെ സംസാരിച്ചു. അവന്റെ പ്രസംഗം കേട്ട് ആ ഹാളിലുണ്ടായിരുന്നവർ അന്തം വിട്ടുപോയി. ബിയർ കുടിക്കുന്നത് നിർത്തി, സംസാരിക്കുന്നത് നിർത്തി. എല്ലാവരും അവനെ വായും പൊളിച്ചു നോക്കിയിരുന്നു. അവന്റെ കണ്ണുകളിൽ ഒരു തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. അവന്റെ ഓരോ വാക്കും ഒരു വെടിയുണ്ട പോലെയായിരുന്നു. ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരന്റെ മിനുസപ്പെടുത്തിയ ഭാഷയായിരുന്നില്ല അത്. തെരുവിൽ നിന്ന് സംസാരിക്കുന്ന സാധാരണക്കാരന്റെ ഭാഷയിൽ അവന്റെ ഉള്ളിലെ തീ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കുന്ന ഒരു പ്രത്യേക കഴിവവനുണ്ടായിരുന്നു. പ്രസംഗം കഴിഞ്ഞ് കിതച്ചുകൊണ്ട് അവൻ കസേരയിലിരുന്നപ്പോൾ ഹാളിൽ പൂർണ്ണ നിശബ്ദത. ആ പ്രൊഫസർ ഒരക്ഷരം മിണ്ടാതെ സ്ഥലം വിട്ടു. ഹിറ്റ്ലർ തന്റെ ദൗത്യം കഴിഞ്ഞുവെന്ന് കരുതി ഹാളിൽ നിന്ന് പുറത്തിറങ്ങി. ദേഷ്യം കൊണ്ടവന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരാൾ അവന്റെ പിന്നാലെ ഓടിവന്നത്. പാർട്ടിയുടെ സ്ഥാപകനായ ആന്റൺ ഡ്രെക്സ്ലർ ആയിരുന്നു അത്. അയാളുടെ കയ്യിൽ ഒരു ചെറിയ ലഘുലേഖയുണ്ടായിരുന്നു. അയാളത് ഹിറ്റ്ലറിന് നേരെ നീട്ടിയിട്ടു പറഞ്ഞു, അസാമാന്യ പ്രകടനം, എന്തൊരു പ്രസംഗം! നിങ്ങൾക്കിത്രയും കഴിവുണ്ടല്ലോ. നിങ്ങളെപ്പോലെയുള്ളവരെയാണ് ഞങ്ങളുടെ പാർട്ടിക്കാവശ്യം. നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ ചേരണം. ദയവായി ഈ പുസ്തകം വായിക്കണം. ഹിറ്റ്ലർ ആ ലഘുലേഖ വാങ്ങി. ഒന്നും മിണ്ടാതെ തന്റെ ബാരക്കിലേക്ക് മടങ്ങി. അന്ന് രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു കഴിവ് അവനുണ്ടെന്ന് മറ്റൊരാൾ തിരിച്ചറിഞ്ഞ് അവനെ അഭിനന്ദിക്കുന്നത്. വിയന്നയിലെ ആർട്ട് അക്കാഡമിയിൽ നിന്ന് നിനക്ക് കഴിയില്ല എന്ന് കേട്ട് ഇറങ്ങിപ്പോയവനാണ്. പട്ടാളത്തിൽ ധൈര്യത്തിന് മെഡൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊരു വ്യക്തിപരമായ കഴിവായി ആരും കണ്ടിരുന്നില്ല. പക്ഷെ ഇന്ന് അവന്റെ വാക്കുകൾക്ക് ആളുകളെ പിടിച്ചിരുത്താൻ ശക്തിയുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ ചിന്തകൾക്ക്, അവന്റെ ദേഷ്യത്തിനൊരു വിലയുണ്ടെന്ന് അവന് തോന്നി. അവൻ ഡ്രെക്സ്ലർ കൊടുത്ത ആ ലഘുലേഖ വായിച്ചു. അതിലെ ആശയങ്ങളെല്ലാം അവന് നേരത്തെ അറിയാവുന്നതും അവൻ വിശ്വസിക്കുന്നതുമായ കാര്യങ്ങളായിരുന്നു. അവൻ ചിന്തിച്ചു, ഇതുവരെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുകയായിരുന്നു. പട്ടാളത്തിനു വേണ്ടി ചാരപ്പണി, ഒരു ശമ്പളത്തിനു വേണ്ടി. പക്ഷെ ഇതങ്ങനെയല്ല. ഇതെന്റെ ആശയങ്ങളാണ്, എന്റെ പോരാട്ടമാണ്. ഈ ചെറിയ പാർട്ടി, ഈ 25 പേരുള്ള ഈ ഗ്രൂപ്പ്, ഇതിലൊരു സാധ്യതയുണ്ട്. ഇതൊരു തുടക്കമാണ്. ഇതൊരു വലിയ പാർട്ടിയല്ല. അതുകൊണ്ടുതന്നെ എനിക്കിവിടെ ഒരു സ്ഥാനം നേടാൻ കഴിഞ്ഞേക്കും. ഇതിനെ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്തിയെടുക്കാൻ പറ്റും. അതൊരു നിർണായകമായ തീരുമാനമായിരുന്നു. ഒരു ചാരനായി ഒതുങ്ങിക്കൂടണോ അതോ ഒരു രാഷ്ട്രീയക്കാരനായി സ്വന്തം വഴി വെട്ടിത്തുടക്കണോ? അവൻ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ജർമ്മൻ തൊഴിലാളി പാർട്ടിയുടെ ഓഫീസിൽ പോയി അംഗത്വമെടുത്തു. അവന് കിട്ടിയ മെമ്പർഷിപ്പ് നമ്പർ 555 ആയിരുന്നു. സത്യത്തിൽ അവൻ 55ാമത്തെ അംഗമായിരുന്നു. പക്ഷെ പാർട്ടിക്ക് കുറച്ചുകൂടി വലിപ്പം തോന്നിക്കാൻ വേണ്ടി അവർ 500ൽ നിന്നായിരുന്നു നമ്പർ ഇടാൻ തുടങ്ങിയത്. അങ്ങനെ അഡോൾഫ് ഹിറ്റ്ലർ എന്ന പട്ടാളക്കാരൻ, എന്ന ചാരൻ, എന്ന പരാജയപ്പെട്ട കലാകാരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരംഗമായി മാറി. അതൊരു സാധാരണ അംഗത്വമെടുക്കലായിരുന്നില്ല. അതൊരു കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു. ശബ്ദമില്ലാതിരുന്ന ഒരു പാർട്ടിക്ക് അതിന്റെ ശബ്ദം കിട്ടിയിരിക്കുന്നു. ലക്ഷ്യമില്ലാതിരുന്ന ഒരു മനുഷ്യന് അവന്റെ ജീവിത ലക്ഷ്യം കിട്ടിയിരിക്കുന്നു. ചാരപ്പണിക്ക് പോയവൻ ആ പാർട്ടിയുടെ തന്നെ തലപ്പത്തേക്ക് നടന്നു കയറാനുള്ള ആദ്യത്തെ പടി ചവിട്ടുകയായിരുന്നു. കഥയുടെ ഗതി മാറുന്നത് അവിടെ വെച്ചായിരുന്നു. ജർമ്മൻ തൊഴിലാളി പാർട്ടിയിൽ ചേർന്നത് ഹിറ്റ്ലറിന്റെ ജീവിതത്തിലെ ഒരു രണ്ടാം ജന്മമായിരുന്നു. അതുവരെ അവൻ മറ്റുള്ളവരുടെ കയ്യിലെ ഒരു ഉപകരണമായിരുന്നു. പട്ടാളത്തിന്റെ ചാരൻ. പറയുന്ന പണി ചെയ്യുക, റിപ്പോർട്ട് കൊടുക്കുക, ബാരറ്റിൽ പോയി കിടന്നുറങ്ങുക. പക്ഷെ പാർട്ടിയിൽ ചേർന്നതോടെ കളി മാറി. ഇപ്പോൾ ഇത് അവന്റെ കളമാണ്. അവന്റെ ആശയങ്ങൾ, അവന്റെ ലോകം. അവനൊരു വെറും അംഗമായി ഒതുങ്ങി നിൽക്കാൻ തയ്യാറല്ലായിരുന്നു. പാർട്ടി ഒരു പുഴയാണെങ്കിൽ അതിലെ വെറുമൊരു മീനായി മീന്തി തുടിക്കാൻ അവന് താൽപ്പര്യമില്ലായിരുന്നു.
അവൻ ആ പുഴയുടെ ഗതി തിരിച്ചുവിടാൻ ആഗ്രഹിച്ചു. അവൻ പാർട്ടിയിൽ ചേർന്ന സമയത്ത് അതൊരു ക്ലബ്ബ് പോലെയായിരുന്നു. ആഴ്ചയിലൊരിക്കൽ ബിയർ ഹാളിൽ കൂടുന്നു, എന്തേലും സംസാരിക്കുന്നു, പിരിയുന്നു. പാർട്ടിക്കൊരു ദിശാബോധമോ വ്യക്തമായ പരിപാടിയോ ഉണ്ടായിരുന്നില്ല. ഈ അവസ്ഥ മാറ്റണം എന്ന് ഹിറ്റ്ലർ തീരുമാനിച്ചു. ഇതിനൊരു സംഘടനയുടെ രൂപം കൊടുക്കണം, ആളുകളെ ആകർഷിക്കണം, ഇതൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റണം. ഇതിനുവേണ്ടി അവൻ ആദ്യം ചെയ്ത പണി പാർട്ടിയുടെ പ്രചരണ വിഭാഗത്തിന്റെ ചുമതല സ്വയം ഏറ്റെടുക്കുക എന്നതായിരുന്നു. പ്രൊപ്പഗാൻഡ, അതായിരുന്നു അവന്റെ കളിത്തട്ട്. അവന്റെ ആദ്യത്തെ പരീക്ഷണം ഒരു വലിയ പൊതുയോഗം സംഘടിപ്പിക്കുക എന്നതായിരുന്നു. അതുവരെ പാർട്ടി യോഗത്തിന് 20-30 പേരാണ് വന്നിരുന്നത്. ഹിറ്റ്ലർ പറഞ്ഞു, പോരാ, നമുക്ക് 100 പേരെങ്കിലും വരുന്ന ഒരു പരിപാടി വെക്കണം. പാർട്ടിയുടെ സ്ഥാപകനായ ഡ്രെക്സ്ലർക്കും മറ്റുള്ളവർക്കും അതൊരു ഭ്രാന്തനാശയമായിട്ടാണ് തോന്നിയത്. 100 പേരോ? അത്രയും പേർ നമ്മളെ കേൾക്കാൻ വരുമോ? വന്നില്ലെങ്കിൽ നാണക്കേടല്ലേ? അവർ പേടിച്ചു. പക്ഷെ ഹിറ്റ്ലർ വാശി പിടിച്ചു. അവൻ സ്വന്തമായി പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്തു. ചുവന്ന നിറത്തിലുള്ള പോസ്റ്ററുകൾ, ആളുകളുടെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചുപറ്റുന്ന പ്രകോപനപരമായ തലക്കെട്ടുകൾ, ജർമ്മനി ഉണരൂ, നമ്മുടെ ശത്രുക്കൾ ആര് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അവൻ ആ പോസ്റ്ററുകൾ രാത്രി മുഴുവൻ മ്യൂണിക്കിലെ തെരുവുകളിൽ കൊണ്ടുപോയി ഒട്ടിച്ചു. യോഗം നടക്കുന്ന ദിവസം വന്നു. എല്ലാവരുടെയും നെഞ്ചിൽ തീയായിരുന്നു. ഹിറ്റ്ലർ പറഞ്ഞപോലെ ആളുകൾ വരുമോ? അവൻ ഹാളിലേക്ക് നോക്കി. 100 അല്ല, അതിലധികം ആളുകൾ. അവൻ ഡിസൈൻ ചെയ്ത പോസ്റ്ററുകൾ അതിന്റെ പണി ചെയ്തിരിക്കുന്നു. അന്ന് രാത്രിയിലെ പ്രധാന പ്രസംഗകൻ ഹിറ്റ്ലറായിരുന്നു. അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ യഥാർത്ഥ രാഷ്ട്രീയ പ്രസംഗം. അവൻ സ്റ്റേജിൽ കയറി മൈക്കിനു മുന്നിൽ നിന്നപ്പോൾ ആളുകൾ അവനെ കൗതുകത്തോടെ നോക്കി. മെലിഞ്ഞുണങ്ങിയ, ഒരു പ്രത്യേകതയുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ അവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ കഥ മാറി. അവന്റെ ശബ്ദം പതിയെ തുടങ്ങി. പിന്നെ അത് പതിയെ ഉയർന്നു. അതൊരു ഗർജനമായി മാറി. അവന്റെ കണ്ണുകൾ തിളങ്ങി. കൈകൾ ആകാശത്തേക്കുയർന്നു. ശരീരം മുഴുവൻ ഒരു പ്രസംഗവേദിയായി മാറി. അവൻ സംസാരിച്ചത് വെറും രാഷ്ട്രീയമായിരുന്നില്ല. അവൻ ജനങ്ങളുടെ വേദനയെക്കുറിച്ചാണ് സംസാരിച്ചത്. യുദ്ധത്തിലെ തോൽവിയെക്കുറിച്ച്, വിശപ്പിനെക്കുറിച്ച്, തൊഴിലില്ലായ്മയെക്കുറിച്ച്, പണപ്പെരുപ്പത്തെക്കുറിച്ച്, ഓരോ സാധാരണക്കാരനും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് അവൻ വികാരവായ്പോടെ സംസാരിച്ചു. എന്നിട്ടവൻ പറഞ്ഞു, നിങ്ങളുടെ ഈ എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒരു കാരണമുണ്ട്. ഒരൊറ്റ കാരണം. നിങ്ങളെ ചതിച്ചവരുണ്ട്, നിങ്ങളുടെ മുതുകിൽ കുത്തിയവരുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവൻ ആ ശത്രുക്കൾ ആരാണെന്ന് കൃത്യമായി വരച്ചുകാട്ടി. തോൽവിക്ക് കാരണക്കാരായ നവംബർ കുറ്റവാളികൾ, സമാധാന കരാറിൽ ഒപ്പുവെച്ച രാഷ്ട്രീയക്കാർ, രാജ്യത്തിന്റെ സമ്പത്ത് ഊറ്റിക്കുടിക്കുന്ന ആ പ്രത്യേക കച്ചവട സമൂഹം, പിന്നെ അന്താരാഷ്ട്രതലത്തിൽ ജർമ്മനിയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ. അവന്റെ പ്രസംഗം കേട്ടിരുന്ന ഓരോ സാധാരണക്കാരനും തോന്നി, ശരിയാണ്, ഇവൻ പറയുന്നത് എന്റെ കാര്യമാണ്, എന്റെ ദേഷ്യമാണിവൻ പറയുന്നത്. അവൻ അവരുടെ ഉള്ളിലെ നിരാശയെയും ദേഷ്യത്തെയും പുറത്തെടുത്തു. എന്നിട്ട് ആ ദേഷ്യത്തിനൊരു ലക്ഷ്യം കാണിച്ചു കൊടുത്തു. അതൊരു വല്ലാത്തൊരു കെമിസ്ട്രിയായിരുന്നു. സ്വന്തം പരാജയങ്ങൾക്ക് സ്വയം പഴിക്കുന്നതിനേക്കാൾ എളുപ്പം ഒരു ശത്രുവിനെ കണ്ടെത്തി അവരുടെ തലയിലെല്ലാം കെട്ടിവെക്കുന്നതാണല്ലോ. ഹിറ്റ്ലർ അവർക്ക് ആ ശത്രുവിനെ ഉണ്ടാക്കിക്കൊടുത്തു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഹാളിൽ അഗ്രഷിതൽ നിശബ്ദതയായിരുന്നു. പിന്നെ ഒരു പൊട്ടിത്തെറി പോലെ കയ്യടി ഉയർന്നു. ആളുകൾ ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് ആർപ്പു വിളിച്ചു. ആ നിമിഷം ഹിറ്റ്ലർ തിരിച്ചറിഞ്ഞു, ഇതാണ് തന്റെ ശക്തി. തോക്കും വാളുമല്ല, അവന്റെ നാവാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. ആളുകളുടെ വികാരങ്ങളെ ഇളക്കിവിടാനും അതിനെ തനിക്കുവേണ്ട വഴിക്ക് തിരിച്ചുവിടാനുമുള്ള കഴിവ്. ഈ വിജയത്തോടെ പാർട്ടിയിൽ അവന്റെ സ്ഥാനമുറച്ചു. അവൻ വെറുമൊരംഗമല്ലാതായി. പാർട്ടിയുടെ മുഖ്യ ആകർഷണം അവനായി മാറി. ആളുകൾ പാർട്ടി യോഗങ്ങൾക്ക് വരാൻ തുടങ്ങി, ഹിറ്റ്ലറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം. ഓരോ യോഗത്തിലും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു. 100, 200, 1000, 2000. മ്യൂണിക്കിലെ ഏറ്റവും വലിയ ബിയർ ഹാളുകൾ പോലും നിറഞ്ഞു കവിയാൻ തുടങ്ങി. അവന്റെ പ്രസംഗം ഒരു കലയായിരുന്നു. ഓരോ വാക്കും, ഓരോ ചലനവും, ഓരോ ഭാവവും അവൻ നേരത്തെ പരിശീലിക്കുമായിരുന്നു. കണ്ണാടിക്കു മുന്നിൽ നിന്ന് മണിക്കൂറുകളോളം പ്രസംഗിച്ച് പരിശീലിക്കും. എവിടെ ശബ്ദം താഴ്ത്തണം, എവിടെ ഉയർത്തണം, എവിടെ നിർത്തണം, എവിടെ കൈകൾ ഉയർത്തണമെന്നൊക്കെ അവന് കൃത്യമായി അറിയാമായിരുന്നു. മൈക്കിനു മുന്നിൽ അവനൊരു നടനായിരുന്നു, ഒരു ചെകുത്താനായിരുന്നു. അങ്ങനെ നാസി പാർട്ടി മ്യൂണിക്കിലെ ഒരു പ്രധാന ശക്തിയായി മാറി. അവർക്ക് സ്വന്തമായി ഒരു നേതാവുണ്ട്, ഹിറ്റ്ലർ. സ്വന്തമായി ഒരു സൈന്യമുണ്ട്, എസ്എ. സ്വന്തമായ ഒരു പതാകയുണ്ട്, ഒരു പത്രവുമുണ്ട്. ഹിറ്റ്ലറിന്റെ പ്രസംഗം കേൾക്കാൻ വരുന്ന ജനക്കൂട്ടവും തെരുവുകളെ വിറപ്പിക്കുന്ന തവിട്ടുകുപ്പായക്കാരുടെ മാർച്ചുകളും മ്യൂണിക്കിലെ ഒരു സ്ഥിരം കാഴ്ചയായി. ഈ വളർച്ച ഹിറ്റ്ലറിന്റെ തലക്കനം കൂട്ടി. അവനൊരു അക്ഷമനായ മനുഷ്യനായിരുന്നു. ഇനിയും പ്രസംഗിച്ചു നടന്ന് വോട്ട് പിടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ബെർലിനിലെ പാർലമെന്റിൽ പോയി ഭരിക്കാനൊന്നും അവന് ക്ഷമയുണ്ടായിരുന്നില്ല. അതൊക്കെ ഒരുപാട് സമയമെടുക്കുന്ന പരിപാടിയാണ്. ജർമ്മനി ഇപ്പോൾ ഒരു തകർന്ന അവസ്ഥയിലാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണമായി. ഫ്രാൻസുകാർ ജർമ്മനിയുടെ ഒരു പ്രധാന വ്യാവസായിക മേഖലയായ റൂർ പിടിച്ചടക്കി.
ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും കഴിവില്ലാതെ ബെർലിനിലെ ഗവൺമെന്റ് പകച്ചു നിൽക്കുകയാണ്. ഇതാണ് പറ്റിയ സമയം. ഒരു തട്ട് കൊടുത്താൽ ഈ ഗവൺമെന്റ് നിലംപതിക്കും. എന്നിട്ട് അധികാരം പിടിച്ചെടുക്കണം. ഒരു വിപ്ലവം. ഈ ചിന്ത അവന്റെ തലയിൽ ഒരു തീയായി കത്തിപ്പടർന്നു. പ്രത്യേകിച്ച് ഇറ്റലിയിൽ മുസോളിനി എന്നൊരു നേതാവ് ഏതാണ്ട് ഇതേപോലെ ഒരു മാർച്ച് നടത്തി അധികാരം പിടിച്ചത് അവനൊരു വലിയ പ്രചോദനമായി. മുസോളിനിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല? അവൻ ചിന്തിച്ചു. അവന്റെ പ്ലാൻ ഇതായിരുന്നു. ആദ്യം ബവേറിയ സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കുക. മ്യൂണിക്കാണ് ബവേറിയയുടെ തലസ്ഥാനം. ബവേറിയയിലെ ഭരണാധികാരികൾക്കും ബെർലിനിലെ കേന്ദ്ര ഗവൺമെന്റിനോട് വലിയ താൽപ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവരും ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരായിരുന്നു. അവരെ തന്റെ കൂടെ നിർത്തിയാൽ മ്യൂണിക്കിൽ നിന്ന് ഒരു വലിയ സൈന്യവുമായി ബെർലിനിലേക്ക് മാർച്ച് ചെയ്യാം. മാർച്ച് ഓൺ ബെർലിൻ. ഇറ്റലിയിൽ നടന്ന മാർച്ച് ഓൺ റോം പോലെ. 1923 നവംബർ 9 ഹിറ്റ്ലർ ആ ദിവസത്തിനായി കാത്തിരുന്നു. അന്ന് രാത്രി മ്യൂണിക്കിലെ ഒരു വലിയ ബിയർ ഹാളിൽ, ബർഗർ ബ്രോയ് കെല്ലർ എന്നായിരുന്നു അതിന്റെ പേര്, നമുക്കൊരു വലിയ ചായക്കട എന്ന് പറയാം, ബവേറിയയിലെ ഏറ്റവും വലിയ 3 നേതാക്കന്മാർ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ വരുന്നുണ്ടായിരുന്നു. സ്റ്റേറ്റ് കമ്മീഷണർ ഗുസ്താവ് ഫോൺ കാർ, ജനറൽ ഫോൺ ലോസോ, കേണൽ ഫോൺ സൈസർ. ബവേറിയയിലെ സിവിൽ, മിലിറ്ററി, പോലീസ് അധികാരങ്ങൾ മുഴുവൻ ഈ 3 പേരുടെ കയ്യിലായിരുന്നു. ഹിറ്റ്ലർ പ്ലാനിട്ടു. ഈ 3 പേരെയും ഒരുമിച്ചൊരിടത്ത് കിട്ടുന്ന ഈ അവസരം മുതലെടുക്കണം. അന്ന് രാത്രി ആ ബിയർ ഹാൾ ജനങ്ങളെക്കൊണ്ട് ബിറ്റ്കോം നബീഥി, അതായത് ആളുകളെക്കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. 3000-ഓളം പേരുണ്ട്. സ്റ്റേജിൽ ഗുസ്താവ് ഫോൺ കാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഹാളിന്റെ വാതിലുകൾ തള്ളിത്തുറഞ്ഞ് തവിട്ടുകുപ്പായക്കാരായ 100 കണക്കിന് നാസി സൈനികർ ഇരച്ചുകയറി. അവരുടെ കയ്യിലെല്ലാം തോക്കുകളുണ്ടായിരുന്നു. ആളുകൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പേടിച്ചു നിലവിളിച്ചു. ആ ബഹളത്തിനിടയിലൂടെ കറുത്ത സ്യൂട്ടണിഞ്ഞ് ഹിറ്റ്ലർ മുന്നോട്ട് വന്നു. അവന്റെ കയ്യിലൊരു പിസ്റ്റൽ ഉണ്ടായിരുന്നു. അവൻ സ്റ്റേജിലേക്ക് ചാടിക്കയറി കയ്യിലിരുന്ന പിസ്റ്റൽ കൊണ്ട് മച്ചിലേക്കൊരു വെടിപൊട്ടിച്ചു. പക്ഷേ മൈക്കിനു മുന്നിലെ ഈ ആൾക്കൂട്ടത്തെ ഇളക്കിമറിക്കുന്ന ഹിറ്റ്ലർ മാത്രമായിരുന്നില്ല അവൻ. പാർട്ടി കമ്മിറ്റി മുറികളിൽ അവൻ തികച്ചും വ്യത്യസ്തനായൊരു മനുഷ്യനായിരുന്നു. അവിടെ അവനൊരു കുറുക്കനെപ്പോലെ തന്ത്രശാലിയായിരുന്നു. പാർട്ടിയിൽ അവനേക്കാൾ സീനിയറായ നേതാക്കന്മാരുണ്ടായിരുന്നു. ഡ്രക്സ്ലറെപ്പോലുള്ള സ്ഥാപക നേതാക്കൾ. അവർക്ക് ഹിറ്റ്ലറിന്റെ ഈ വളർച്ചയിൽ ചെറിയൊരു അസൂയയും പേടിയുമുണ്ടായിരുന്നു. ഹിറ്റ്ലർ പാർട്ടിയെ വിഴുങ്ങുമോ എന്നവർ ഭയന്നു. ഹിറ്റ്ലർ ഈ അപകടം മുൻകൂട്ടി കണ്ടു. അവൻ പാർട്ടിയുടെ പേരുമാറ്റി. ജർമ്മൻ തൊഴിലാളി പാർട്ടി എന്ന പേരുമാറ്റി നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ തൊഴിലാളി പാർട്ടി, നാഷണൽ സോഷ്യലിസ്റ്റിഷെ ഡോയ്ഷെ ആർബൈറ്റർ പാർട്ടൈ എന്നാക്കി. നാസി എന്ന ചുരുക്കപ്പേര് പിന്നീട് വന്നതാണ്. അവൻ പാർട്ടിക്ക് ഒരു പുതിയ പതാകയുണ്ടാക്കി. ചുവന്ന പശ്ചാത്തലത്തിൽ ഒരു വെളുത്ത വൃത്തത്തിനുള്ളിൽ കറുത്ത സ്വസ്തിക ചിഹ്നം. ഈ ചിഹ്നം പണ്ടുമുതലേ പല സംസ്കാരങ്ങളിലും ഉണ്ടായിരുന്ന ഒന്നാണ്. പക്ഷേ ഹിറ്റ്ലർ അതിനൊരു പുതിയ അർത്ഥം കൊടുത്തു. ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് പതിയുന്ന ശക്തമായൊരു ചിഹ്നം. അവൻ പാർട്ടിക്ക് സ്വന്തമായൊരു പത്രം തുടങ്ങി. ഇതെല്ലാം ചെയ്തത് പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണം തന്റെ കയ്യിലാക്കാനായിരുന്നു. പഴയ നേതാക്കൾക്കിതിഷ്ടപ്പെട്ടില്ല. അവർ ഹിറ്റ്ലറിനെതിരെ തിരിയാൻ തുടങ്ങി. ഒരിക്കൽ ഹിറ്റ്ലർ ഒരാവശ്യത്തിനായി മ്യൂണിക്കിൽ നിന്ന് ബെർലിനിലേക്ക് പോയ തക്കം നോക്കി അവർ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഒരു രഹസ്യയോഗം കൂടി. ഹിറ്റ്ലർ ഈ വിവരം മണത്തറിഞ്ഞു. അവൻ ഉടനെ മ്യൂണിക്കിലേക്ക് തിരികെ വന്നു. എന്നിട്ടൊരു അപ്രതീക്ഷിത നീക്കം നടത്തി. അവൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പാർട്ടിയിലെ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഹിറ്റ്ലറില്ലാതെ പാർട്ടിയില്ല. അവന്റെ പ്രസംഗം കേൾക്കാനാണ് ആളുകൾ വരുന്നത്. അവൻ പോയാൽ പാർട്ടി തീർന്നു. പഴയ നേതാക്കന്മാർ വെട്ടിലായി. അവർ ഹിറ്റ്ലറുടെ കാലു പിടിക്കാൻ തുടങ്ങി. ദയവായി തിരികെ വരണം, നിങ്ങളില്ലാതെ പറ്റില്ല. അപ്പോഴാണ് ഹിറ്റ്ലർ തന്റെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചത്. ഞാൻ തിരികെ വരാം, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. ഇനി ഈ പാർട്ടിയിൽ ജനാധിപത്യമൊന്നും വേണ്ട. എനിക്ക് പാർട്ടിയുടെ പൂർണ്ണ അധികാരം വേണം. എന്റെ തീരുമാനം അന്തിമമായിരിക്കും. ഡ്രക്സ്ലർക്ക് വേണമെങ്കിൽ ഒരു ഓണററി ചെയർമാനായി മാറി നിൽക്കാം. പക്ഷേ ഭരണം എന്റെ കയ്യിലായിരിക്കും. സമ്മതമാണെങ്കിൽ ഞാൻ വരാം. വേറെ വഴിയില്ലാതെ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ പാർട്ടിയിൽ ചേർന്ന് വെറും 2 വർഷം കൊണ്ട് അഡോൾഫ് ഹിറ്റ്ലർ ആ പാർട്ടിയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മാറി. ഫ്യൂറർ, അതായത് നേതാവ് എന്ന പദം അവൻ സ്വയം സ്വീകരിച്ചു. മൈക്കിനു മുന്നിലെ പ്രസംഗം കൊണ്ട് അവൻ ജനങ്ങളെ കയ്യിലെടുത്തു. കമ്മിറ്റി റൂമിലെ കുതന്ത്രങ്ങൾ കൊണ്ട് അവൻ പാർട്ടിയെയും കയ്യിലെടുത്തു. ഈ കാലഘട്ടത്തിൽ അവന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. അവൻ കൂടുതൽ അഹങ്കാരിയായി, അസഹിഷ്ണുവായി. തന്റെ അഭിപ്രായത്തോട് വിയോജിക്കുന്നവരെ അവൻ ശത്രുക്കളായി കണ്ടു. താൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്നും താനാണ് ജർമ്മനിയെ രക്ഷിക്കാൻ വന്ന അവതാരമെന്നും അവൻ പൂർണ്ണമായി വിശ്വസിക്കാൻ തുടങ്ങി. പണ്ട് വിയന്നയിലെ തെരുവിൽ ആർക്കും വേണ്ടാതെ അലഞ്ഞു നടന്ന ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയിരുന്നു. പകരം അധികാരത്തിന്റെ രുചിയറിഞ്ഞ, ആയിരങ്ങളെ തന്റെ കാൽക്കീഴാക്കാൻ കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ, താനാണ് ശരിയെന്ന് 100% വിശ്വസിക്കുന്ന ഒരു പുതിയ മനുഷ്യൻ വളർന്നു വരികയായിരുന്നു. അവനൊരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമായിരുന്നില്ല. അവനൊരു കൾട്ടായി മാറുകയായിരുന്നു. അവന്റെ വ്യക്തിത്വത്തെ ആരാധിക്കുന്ന കൂട്ടം ആളുകളെ അവൻ സൃഷ്ടിച്ചെടുത്തു. ഈ മാറ്റം, ഈ സ്വഭാവരൂപീകരണം
ഭാവിയിൽ നടക്കാൻ പോകുന്ന ഭീകരമായ സംഭവങ്ങളുടെ ഒരു മുന്നോടിയായിരുന്നു. ഹാളിൽ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. എല്ലാവരും പേടിച്ചവനെ നോക്കി. കിതച്ചുകൊണ്ട് ഒരു പ്രാന്തന്റെ ആവേശത്തോടെ അവൻ അലറി, ദേശീയ വിപ്ലവം ആരംഭിച്ചിരിക്കുന്നു! ഈ ഹാൾ എന്റെ 600 സായുധരായ ഭടന്മാർ വളഞ്ഞിരിക്കുകയാണ്. ആരും അനങ്ങരുത്. ബവേറിയൻ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും പിരിച്ചുവിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു താൽക്കാലിക ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കുകയാണ്. അതൊരു നാടകീയമായ രംഗമായിരുന്നു. അവൻ ആ 3 നേതാക്കന്മാരെയും തോക്കിൻ മുനയിൽ നിർത്തി ഒരു സൈഡ് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ അവരെ ഭീഷണിപ്പെടുത്തി. നിങ്ങളെന്റെ കൂടെ നിൽക്കണം. നമ്മൾ ഒരുമിച്ച് ബെർലിനിലേക്ക് മാർച്ച് ചെയ്യുന്നു. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 3 പേർക്കും ഓരോ ഉണ്ട. 4ാമത്തേതെനിക്ക്. ഒന്നുകിൽ വിജയം, അല്ലെങ്കിൽ മരണം. ആദ്യം അവർ വിസമ്മതിച്ചു. പക്ഷേ ഹിറ്റ്ലറിന്റെ ഭീഷണിക്കും പുറത്ത് നാസി സൈന്യത്തിന്റെ ആർപ്പുവിളികൾക്കും മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. മനസ്സില്ലാ മനസ്സോടെ അവർ സമ്മതിച്ചു. ഹിറ്റ്ലർ സന്തോഷത്തോടെ അവരെയും കൂട്ടി തിരികെ മെയിൻ ഹാളിലേക്ക് വന്നു. എന്നിട്ട് ജനക്കൂട്ടത്തോട് പ്രഖ്യാപിച്ചു, നോക്കൂ, ഇവർ എന്റെ കൂടെയുണ്ട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. നാളെ രാവിലെ നമ്മൾ മ്യൂണിക് നഗരം പിടിച്ചെടുക്കും, എന്നിട്ട് ബെർലിനിലേക്ക്. ആളുകൾ ആവേശഭരിതരായി. അതുവരെ പേടിച്ചിരുന്നവർ പോലും ഹിറ്റ്ലറുടെ പ്രസംഗത്തിന്റെ ലഹരിയിൽ ആർപ്പുവിളിക്കാൻ തുടങ്ങി. ആ രാത്രി ഹിറ്റ്ലർ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ആഘോഷിക്കുകയായിരുന്നു. അവനൊരു വിപ്ലവകാരിയായിരിക്കുന്നു. നാളെ നേരം വെളുക്കുമ്പോൾ താൻ ബവേറിയയുടെ ഭരണാധികാരിയാകും. അവന്റെ അഹങ്കാരം വാനോളമുലർന്നു. പക്ഷെ ആ വിജയത്തിന്റെ ലഹരിയിൽ അവനും അവന്റെ കൂട്ടാളികളും ഒരു മണ്ടത്തരം കാണിച്ചു. യുദ്ധത്തിലെ പഴയ ഹീറോ ആയിരുന്ന ജനറൽ ലൂഡൻഡോർഫ് ഹിറ്റ്ലറിന്റെ ഒരു പ്രധാന സപ്പോർട്ടറായിരുന്നു. അദ്ദേഹം ആ 3 ബവേറിയൻ നേതാക്കന്മാർക്ക് പോകാൻ അനുവാദം കൊടുത്തു. ഒരു പട്ടാളക്കാരന്റെ വാക്ക് വിശ്വസിച്ചാൽ മതിയെന്നായിരുന്നു ലൂഡൻഡോർഫിന്റെ നിലപാട്. അവർ വാക്ക് തന്നതല്ലേ, അവർ നമ്മളെ ചതിക്കില്ല എന്നു പറഞ്ഞ് അദ്ദേഹം അവരെ വിട്ടയച്ചു. അതൊരു വലിയ അബദ്ധമായിരുന്നു. ആ നേതാക്കന്മാർ പുറത്തിറങ്ങിയ ഉടനെ തങ്ങളുടെ വാക്കുമാറ്റി. അവർ നേരെ പോയി തങ്ങൾക്ക് വിശ്വസ്തരായ പട്ടാളത്തെയും പോലീസിനെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് ഉത്തരവ് കൊടുത്തു, ഹിറ്റ്ലറും അവന്റെ നാസി പാർട്ടിയും ദേശദ്രോഹികളാണ്. അവരൊരു വിപ്ലവത്തിന് ശ്രമിക്കുകയാണ്. നാളെ അവർ തെരുവിലിറങ്ങിയാൽ വെടിവെച്ചിടുക. ഇതൊന്നുമറിയാതെ ഹിറ്റ്ലറും അവന്റെ ആയിരക്കണക്കിന് തവിട്ടുകുപ്പായക്കാരും ആ രാത്രി മുഴുവൻ വിജയമാഘോഷിച്ച് ബിയർ ഹാളിൽ കഴിച്ചുകൂട്ടി. നാളത്തെ പ്രഭാതം തങ്ങൾക്കുള്ളതാണെന്ന് അവർ സ്വപ്നം കണ്ടു. പക്ഷെ ചതിയുടെ ഒരു മണം ആ മ്യൂണിക്കിലെ തണുത്ത കാറ്റിൽ പടർന്നു തുടങ്ങിയിരുന്നു. ഹിറ്റ്ലറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം പരാജയപ്പെടാൻ പോവുകയായിരുന്നു. അവന്റെ അമിതമായ ആത്മവിശ്വാസവും അക്ഷമയും അവനെ ഒരു കെണിയിൽ കൊണ്ട് ചാടിച്ചിരിക്കുന്നു. കഥയുടെ ആവേശകരമായൊരു ഭാഗം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതിന്റെ ദുരന്തപൂർണമായ അന്ത്യം അടുത്ത പ്രഭാതത്തിൽ സംഭവിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിലെ ആ വിജയത്തിന്റെ കെട്ടിറങ്ങി നേരം വെളുത്തപ്പോഴേക്കും മ്യൂണിക്കിലെ അന്തരീക്ഷത്തിൽ ആകെ ഒരു പന്തികേട് മണത്തു തുടങ്ങിയിരുന്നു. ഹിറ്റ്ലർ വിചാരിച്ചത് താനൊരു വിപ്ലവം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് പട്ടാള ബാരക്കുകളിൽ നിന്നും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ആളുകൾ കൂട്ടമായി വന്ന് തനിക്ക് സപ്പോർട്ട് പ്രഖ്യാപിക്കുമെന്നാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ബിയർ ഹാളിന് പുറത്തിറങ്ങിയ ആ 3 നേതാക്കന്മാർ വാക്കുമാറ്റി ചതിച്ച വിവരം പതിയെ അറിഞ്ഞു തുടങ്ങി. കളി പാളിയോ എന്നൊരു സംശയം അവന്റെ ഉള്ളിലും മുളപൊട്ടി. രാത്രിയിലെ ആ ഗർജിക്കുന്ന സിംഹമൊന്ന് പതുങ്ങി. പകരം ഒരു കുറുക്കന്റെ ആശങ്ക ആ മുഖത്ത് നിഴലിച്ചു. അവന്റെ കൂടെയുള്ള എസ്.എ. പിള്ളേർ ആകെ കൺഫ്യൂഷനിലായി. ഫ്യൂറർ, ഇനി എന്തു ചെയ്യണം? നമ്മൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ? അവർ ചോദിച്ചു. പാർട്ടിയിലെ മറ്റു നേതാക്കന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി. ചിലർ പറഞ്ഞു, നമുക്ക് ഒളിവിൽ പോകാം, തൽക്കാലം രക്ഷപ്പെടാം. മറ്റു ചിലർ പറഞ്ഞു, ഇല്ല, നമ്മൾ പിന്മാറരുത്, മുന്നോട്ട് തന്നെ പോകണം. അപ്പോഴാണ് യുദ്ധവീരനായ ജനറൽ ലൂഡൻഡോർഫ് രംഗത്ത് വന്നത്. അങ്ങേരൊരു പഴയ പട്ടാളക്കാരന്റെ നേരായ ചിന്താഗതിക്കാരനായിരുന്നു. പിന്മാറുന്നതും ഒളിച്ചോടുന്നതും ഒരു പട്ടാളക്കാരന് ചേർന്ന പണിയല്ല. എന്ത് വിഡ്ഢിത്തമാണിത്? നമ്മൾ പിന്മാറുകയോ? ഒരിക്കലുമില്ല. നമ്മൾ മ്യൂണിക് നഗരത്തിലൂടെ ഒരു മാർച്ച് നടത്തും. ഞാനും ഹിറ്റ്ലറും മുന്നിൽ നടക്കും. എന്നെ ഒരു ജർമ്മൻ യുദ്ധവീരനെ കണ്ടാൽ ഏത് പട്ടാളക്കാരൻ ധൈര്യപ്പെടും വെടിവെക്കാൻ? അവർ തോക്ക് താഴെവെച്ച് നമ്മുടെ കൂടെ ചേരും. ധൈര്യമായി മുന്നോട്ടു പോകുക. ലൂഡൻഡോർഫിന്റെ ആ വാക്കുകൾക്കൊരു പ്രത്യേക ശക്തിയുണ്ടായിരുന്നു. ഹിറ്റ്ലറിന്റെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നെങ്കിലും ലൂഡൻഡോർഫിനെപ്പോലെ ഒരു വലിയ മനുഷ്യന്റെ മുന്നിൽ പേടി കാണിക്കുന്നതൊരു കുറച്ചിലാണ്. തന്റെ അണികളുടെ മുന്നിൽ താനൊരു ഭീരുവാണെന്ന് തോന്നിക്കാനും പാടില്ല.
അതുകൊണ്ടവൻ മനസ്സില്ലാ മനസ്സോടെ ആ തീരുമാനത്തെ അംഗീകരിച്ചു. ശരി, നമ്മൾ മാർച്ച് ചെയ്യും. അങ്ങനെ 1923 നവംബർ 9 രാവിലെ ഏകദേശം 2000-ഓളം തവിട്ടുകുപ്പായക്കാരുമായി ഹിറ്റ്ലറും ലൂഡൻഡോർഫും മ്യൂണിക്കിലെ തെരുവുകളിലേക്കിറങ്ങി. അതൊരു കല്യാണഘോഷയാത്ര പോലൊന്നുമല്ലായിരുന്നു. ഒരുമാതിരി അലങ്കോലപ്പെട്ട ജാഥ. ചിലരുടെ കയ്യിൽ തോക്കുണ്ട്, ചിലരുടെ കയ്യിൽ വടിയും കൊടിയുമേ ഉള്ളൂ. പക്ഷെ അവരുടെ മുഖത്തൊരുതരം ഭ്രാന്തമായ ആവേശമുണ്ടായിരുന്നു. സ്വസ്തിക ചിഹ്നം പതിച്ച വലിയ പതാകകൾ വീശി മുദ്രാവാക്യം വിളിച്ച് അവർ മുന്നോട്ട് നീങ്ങി. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു പ്രധാന സ്ക്വയറായിരുന്നു ലക്ഷ്യം. അവർ നടന്നു നീങ്ങുമ്പോൾ റോഡിനിരുവശത്തും ആളുകൾ ഭയത്തോടെയും കൗതുകത്തോടെയും നോക്കിനിന്നു. ചിലർ കൈവീശി പ്രോത്സാഹിപ്പിച്ചു, മറ്റു ചിലർ പേടിച്ച് കടകൾക്കുള്ളിലേക്ക് വലിഞ്ഞു. ഹിറ്റ്ലറിന്റെ മനസ്സിൽ അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ലൂഡൻഡോർഫ് പറഞ്ഞതുപോലെ പട്ടാളവും പോലീസും തങ്ങളുടെ കൂടെ ചേരുമെന്ന്. മാർച്ചൊരിടുങ്ങിയ തെരുവായ റെസിഡൻസ് സ്ട്രാസയെ കടന്ന് ഓഡിയോൺസ് പ്ലാറ്റ്സ് എന്ന വലിയ സ്ക്വയറിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയതും അവർ ആ കാഴ്ച കണ്ടു. ആ തെരുവിന് കുറുകെ വഴിമുടക്കി തോക്കുകളുമായി ഏകദേശം 100ഓളം പോലീസുകാർ ഒരു ചുവരുപോലെ നിൽക്കുന്നു. അവർക്ക് പിന്നോട്ടു പോകാൻ വഴിയില്ല, മുന്നോട്ടു പോകാൻ സമ്മതിക്കുകയുമില്ല. ജാഥ നിന്നു. ഒരു നിമിഷം ചുറ്റും ഒരുമാതിരിപ്പെട്ട മരവിപ്പ്. മുദ്രാവാക്യം വിളികൾ നിന്നു. രണ്ടു കൂട്ടരും മുഖാമുഖം നോക്കി നിന്നു. ഒരു വശത്ത് രാജ്യത്തിന്റെ നിയമം സംരക്ഷിക്കാൻ നിൽക്കുന്ന പോലീസുകാർ, മറുവശത്ത് ആ നിയമം ലംഘിച്ച് അധികാരം പിടിക്കാൻ വന്ന വിപ്ലവകാരികൾ. ആരുടെ ഭാഗത്താണ് ശരി? ആരാദ്യം അനങ്ങും? വായുവിൽ ഒരുതരം കനത്ത നിശബ്ദത തങ്ങിനിന്നു. ഹിറ്റ്ലർ അവരോട് വഴിമാറാൻ അലറി. ലൂഡൻഡോർഫ് ദേഷ്യത്തോടെ മുന്നോട്ട് നടന്നു. പെട്ടെന്നായിരുന്നു അത്. ഇവിടെ നിന്ന് ഒരു വെടിയൊച്ച മുഴങ്ങി. ആരാണ് ആദ്യം വെടിവെച്ചതെന്ന് ഇന്നും ആർക്കും അറിയില്ല. പക്ഷേ ആ ഒറ്റ വെടി മതിയായിരുന്നു. അതൊരു സിഗ്നൽ പോലെയായിരുന്നു. പിന്നെ അവിടെ നടന്നത് ഒരു കൂട്ടക്കൊലയായിരുന്നു. പോലീസുകാർ തങ്ങളുടെ റൈഫിളുകൾ കൊണ്ട് തുടർച്ചയായി വെടിവെച്ചു. ഒരു പൂരപ്പറമ്പിലെ വെടിക്കെട്ട് പോലെ വെടിയൊച്ചകൾ മുഴങ്ങി. മുന്നിൽ നിന്ന് തവിട്ടുകുപ്പായക്കാർ ചീട്ടുകൊട്ടാരം പോലെ നിലത്തേക്ക് വീഴാൻ തുടങ്ങി. ആൾക്കൂട്ടം ചിതറിയോടി. നിലവിളികളും അലർച്ചകളും കൊണ്ട് ആ പ്രദേശം ഒരു യുദ്ധക്കളമായി മാറി. മിനിറ്റുകൾക്ക് മുമ്പ് വരെ വീരന്മാരായി മുദ്രാവാക്യം വിളിച്ചവർ ജീവനും കൊണ്ട് പല ദിശയിലേക്ക് പാഞ്ഞു. ഹിറ്റ്ലർ ജാഥയുടെ മുൻനിരയിലായിരുന്നു. അവന്റെ തൊട്ടടുത്ത് നടന്നിരുന്ന ആളുടെ പേര് ഷൂബ്നർ റിക്ടർ എന്നായിരുന്നു. പോലീസിന്റെ വെടിയുണ്ട അയാളുടെ നെഞ്ചിൽ തുളച്ചുകയറി. മരിക്കുന്നതിനു മുമ്പ് അയാൾ ഹിറ്റ്ലറെയും പിടിച്ചുവരിച്ചുകൊണ്ട് നിലത്തേക്ക് വീണു. ആ വീഴ്ചയിൽ ഹിറ്റ്ലറിന്റെ തോളില് തെറ്റി. വേദന കൊണ്ടവൻ പുളഞ്ഞു. ചുറ്റും തന്റെ കൂടെയുണ്ടായിരുന്നവർ രക്തത്തിൽ കുളിച്ചു മരിച്ചു കിടക്കുന്നു. രാത്രി കണ്ട സ്വപ്നമല്ല ഇത്. ഇതൊരു പേക്കിനാവാണ്. തോൽവിയുടെ മരണത്തിന്റെ യഥാർത്ഥ മുഖം അവൻ കൺമുന്നിൽ കാണുകയായിരുന്നു. ഈയൊരു സാഹചര്യത്തിൽ ഒരു യഥാർത്ഥ ഹീറോ എന്തു ചെയ്യും? ഒരുപക്ഷേ അവസാന ശ്വാസം വരെ പൊരുതി മരിക്കും, അല്ലെങ്കിൽ തന്റെ അണികളെ രക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷേ ഹിറ്റ്ലർ അതൊന്നും ചെയ്തില്ല. അവന്റെ ഉള്ളിലെ ആ പഴയ അതിജീവനത്തിന്റെ ത്വര, വിയന്നയിലെ തെരുവിൽ അവനെ ജീവിക്കാൻ പഠിപ്പിച്ച അതേ സാധനം വീണ്ടും ഉണർന്നു. ഇവിടെ ചത്തിട്ട് കാര്യമില്ല, ജീവിച്ചിരുന്നാലേ ഇനിയും കളിക്കാനൊക്കൂ എന്നവന്റെ മനസ്സ് പറഞ്ഞു. വേദനിക്കുന്ന തോളുമായി അവൻ നിലത്തുനിന്ന് ഇഴഞ്ഞു നീങ്ങി. അടുത്തുണ്ടായിരുന്ന ഒരു കാറിൽ ചാടിക്കയറി അവൻ ആ യുദ്ധക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു നേതാവിനെപ്പോലെയല്ല, ജീവനം കൊണ്ടോടുന്ന ഒരു സാധാരണ പേടിത്തൊണ്ടനെപ്പോലെ. അവന്റെ ഈ ഓട്ടം കണ്ടുനിന്ന ജനറൽ ലൂഡൻഡോർഫ് പക്ഷേ അനങ്ങിയില്ല. അദ്ദേഹം ഒരു പഴയ പട്ടാളക്കാരന്റെ വീറോടെ ഒന്നും സംഭവിക്കാത്തതുപോലെ ആ പോലീസുകാരുടെ നിരയിലേക്ക് ശാന്തനായി നടന്നുകയറി. അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഹിറ്റ്ലറിന്റെ ഭീരുത്വവും ലൂഡൻഡോർഫിന്റെ ധൈര്യവും തമ്മിലുള്ള ആ വ്യത്യാസം അവിടെ ഉണ്ടായിരുന്ന പലരും ശ്രദ്ധിച്ചു. ഹിറ്റ്ലർ നേരെ പോയത് തന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ഒരു മുറിയിൽ അവൻ ഒളിച്ചിരുന്നു. ശാരീരികമായ വേദനയേക്കാൾ വലുതായിരുന്നു മാനസികമായ ആഘാതം. അവൻ പൂർണ്ണമായും തകർന്നുപോയി. തന്റെ വിപ്ലവം, തന്റെ സ്വപ്നങ്ങൾ എല്ലാം ഏതാനും മിനിറ്റുകൾ കൊണ്ട് ചോരയിൽ കുളിച്ച് തെരുവിൽ അവസാനിച്ചിരിക്കുന്നു. തന്റെ കൂടെ വിശ്വസിച്ചിറങ്ങിത്തിരിച്ച 16 പേർ മരിച്ചിരിക്കുന്നു. താനൊരു പരാജിതനാണ്, ഒരു ഒളിച്ചോട്ടക്കാരൻ. അവൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു. എല്ലാം തീർന്നു, അവൻ സ്വയം പറഞ്ഞു. 2 ദിവസത്തിനു ശേഷം പോലീസ് ആ വീട് വളഞ്ഞു. ഹിറ്റ്ലർ അറസ്റ്റിലായി. അവനെ ഒരു ജയിലിലേക്ക് കൊണ്ടുപോയി. ഒരു രാത്രി കൊണ്ട് ജർമ്മനിയുടെ നേതാവാകാൻ സ്വപ്നം കണ്ട മനുഷ്യൻ ഇപ്പോൾ ഒരു ഇരുമ്പഴിക്കുള്ളിലെ സാധാരണ തടവുകാരനായി. വിപ്ലവകാരി എന്ന ലേബലൊക്കെ ഒലിച്ചുപോയി. പകരം രാജ്യദ്രോഹി എന്നൊരു പുതിയ പേരും വീണു. ഈ സംഭവം ബിയർ ഹോൾ പുഷ് എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ടു. അതൊരു സമ്പൂർണ്ണ പരാജയമായിരുന്നു. ഹിറ്റ്ലറിന്റെ രാഷ്ട്രീയ ജീവിതം അവിടെ അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതി. അവൻ അഹങ്കാരം കൊണ്ട് സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുന്നു. പക്ഷേ അവർക്ക് തെറ്റി. ആ പരാജയം ഹിറ്റ്ലറിനെ ഒരു കാര്യം പഠിപ്പിച്ചു, ഒരു വലിയ പാഠം. തോക്കെടുത്ത് തെരുവിലിറങ്ങി അധികാരം പിടിക്കാൻ നോക്കുന്നത് മണ്ടത്തരമാണ്. നിലവിലുള്ള ഭരണകൂടത്തെയും പട്ടാളത്തെയും വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല. അധികാരം പിടിക്കണമെങ്കിൽ മറ്റൊരു വഴിയുണ്ട്. കൂടുതൽ ക്ഷമ വേണ്ട, കൂടുതൽ തന്ത്രപരമായൊരു വഴി. ജനാധിപത്യത്തിന്റെ വഴി, വോട്ടിന്റെ വഴി. ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്ന് അതിന്റെ നിയമങ്ങൾ ഉപയോഗിച്ച് അതിനെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നണം.
ജയിലിലെ ആ ഏകാന്തതയിൽ തന്റെ പരാജയത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു പുതിയ പദ്ധതി രൂപപ്പെടുകയായിരുന്നു. പഴയ ഹിറ്റ്ലർ മരിച്ചിരിക്കുന്നു. പകരം കൂടുതൽ അപകടകാരിയായ, കൂടുതൽ തന്ത്രശാലിയായ, ക്ഷമയുള്ള ഒരു പുതിയ ഹിറ്റ്ലർ ജനിക്കുകയായിരുന്നു. അവന്റെ ജീവിതത്തിലെ ഒരു വലിയ അധ്യായം അവിടെ ചോരയിൽ കുതിർന്ന് അവസാനിക്കുകയായിരുന്നു. പക്ഷേ പുസ്തകം അടച്ചുവച്ചിരുന്നില്ല. ഏറ്റവും അപകടം പിടിച്ച അടുത്ത അധ്യായം തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചിന്തകൾ വെറുതെ തലയിൽ വെച്ചാൽ പോരല്ലോ, അതിനൊരു രൂപം കൊടുക്കണം. അങ്ങനെയാണ് അവൻ ജയിലിൽ വെച്ച് ഒരു പുസ്തകമെഴുതാൻ തീരുമാനിക്കുന്നത്. അവന്റെ സെക്രട്ടറി റുഡോൾഫ് ഹെസ് അതേ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അതേ ജയിലിലുണ്ടായിരുന്നു. ഹിറ്റ്ലർ പറയും, ഹെസ് അതെഴുതിയെടുക്കും. അതായിരുന്നു രീതി. ആ പുസ്തകത്തിന് അവനിട്ട പേര് നുണകൾക്കും വിഡ്ഢിത്തത്തിനും അടിമത്തത്തിനുമെതിരായ 4.5 വർഷത്തെ പോരാട്ടം എന്നായിരുന്നു. പക്ഷേ പ്രസാധകൻ ആ പേര് വെട്ടിച്ചെറുതാക്കി ഒരൊറ്റ വാക്ക്, മൈൻ ക്യാമ്പ്. മലയാളത്തിൽ പറഞ്ഞാൽ എന്റെ പോരാട്ടം. ആ പുസ്തകം ഒരു സാധാരണ ആത്മകഥയായിരുന്നില്ല. അതവന്റെ തലച്ചോറിന്റെ ഒരു എക്സ്റേ കോപ്പിയായിരുന്നു. അതിൽ അവന്റെ കുട്ടിക്കാലം, വിയന്നയിലെ ദുരിതജീവിതം, യുദ്ധാനുഭവങ്ങൾ, രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് എന്നിവയെല്ലാം വിവരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലുപരി അതവന്റെ ആശയങ്ങളുടെ ഒരു പ്രകടന പത്രികയായിരുന്നു. ഭാവിയിൽ താൻ അധികാരത്തിൽ വന്നാൽ ജർമ്മനിയെ എങ്ങനെ മാറ്റും എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ്. മൈൻ ക്യാമ്പിൽ അവൻ തന്റെ ലോകവീക്ഷണം ഒരു സംശയത്തിനുമിടയില്ലാത്ത രീതിയിൽ തുറന്നെഴുതി. അവന്റെ ചിന്തകളുടെ കാതൽ വംശീയതയായിരുന്നു. ലോകചരിത്രമെന്നത് വംശങ്ങൾ തമ്മിലുള്ള ഒരു നിരന്തര പോരാട്ടമാണെന്ന് അവൻ വാദിച്ചു. ഈ പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായ, ഏറ്റവും പരിശുദ്ധമായ വംശം അതിജീവിക്കും. അവന്റെ വിശ്വാസത്തിൽ ആര്യൻ വംശം, പ്രത്യേകിച്ച് അതിന്റെ ജർമ്മൻ ശാഖ, ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വംശം. സംസ്കാരവും കലയും ശാസ്ത്രവുമെല്ലാം സൃഷ്ടിച്ചത് അവരാണെന്ന് അവൻ പറഞ്ഞു. അതേസമയം ഈ ശ്രേഷ്ഠമായ വംശത്തിന് ഒരു പ്രധാന ശത്രു ഉണ്ടെന്നും അവൻ എഴുതി. അത് ജൂതന്മാരായിരുന്നു. അവർ ഒരു വംശീയമായ വിഷമാണ്. അവർക്ക് സ്വന്തമായ ഒരു രാജ്യമില്ല. അവർ മറ്റു രാജ്യങ്ങളിൽ അട്ടകളെപ്പോലെ പറ്റിപ്പിടിച്ച് അവിടുത്തെ സമ്പത്തും സംസ്കാരവുമെല്ലാം നശിപ്പിക്കുന്നു. കമ്മ്യൂണിസവും അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനവുമെല്ലാം ജൂതന്മാർ ലോകത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗൂഢാലോചനകളാണെന്ന് അവൻ വിശ്വസിച്ചു. ജർമ്മനിയുടെ 1-ാം ലോകമഹായുദ്ധത്തിലെ തോൽവിക്കും ഇപ്പോഴത്തെ സാമ്പത്തിക തകർച്ചയ്ക്കും കാരണം അവരാണെന്ന് അവൻ ആവർത്തിച്ചു പറഞ്ഞു. അതുകൊണ്ട് ജർമ്മനി രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ഈ വിഷത്തെ രാജ്യത്തുനിന്ന് നീക്കം ചെയ്യണം. പിന്നെ അവൻ ജർമ്മനിയുടെ ഭാവിയെക്കുറിച്ചെഴുതി. ജർമ്മൻ ജനതയ്ക്ക് ജീവിക്കാൻ കൂടുതൽ സ്ഥലം വേണമെന്ന് അവൻ വാദിച്ചു. അതിനെ അവൻ ലേബൻസ്റൗം അഥവാ ജീവിക്കാനുള്ള ഇടമെന്ന് വിളിച്ചു. ഈ സ്ഥലം കിഴക്കൻ യൂറോപ്പിൽ, പ്രത്യേകിച്ച് റഷ്യയിലും മറ്റ് സ്ലാവിക് രാജ്യങ്ങളിലുമാണുള്ളത്. ആ രാജ്യങ്ങളെ സൈനികമായി കീഴടക്കി അവിടുത്തെ താഴ്ന്ന വംശജരായ ജനങ്ങളെ പുറത്താക്കുകയോ അടിമകളാക്കുകയോ ചെയ്ത് ആ മണ്ണ് ജർമ്മൻ കർഷകർക്ക് നൽകണമെന്നായിരുന്നു അവന്റെ വിദേശനയം. ഇതെല്ലാം വായിക്കുമ്പോൾ ഇന്ന് നമുക്ക് ഭ്രാന്തമായി തോന്നാം. പക്ഷെ അന്ന് തോറ്റ് അപമാനിതരായി സാമ്പത്തികമായി തകർന്നു നിന്ന ഒരുപാട് ജർമ്മൻകാർക്ക് ഈ വാക്കുകൾ ഒരു മരുന്നുപോലെയായിരുന്നു. അവരുടെ പരാജയങ്ങൾക്കെല്ലാം ഒരു കാരണം അവൻ കാണിച്ചുകൊടുത്തു. അവർക്ക് വെറുക്കാൻ ഒരു ശത്രുവിനെ അവൻ കൊടുത്തു. അവരുടെ ഭാവിക്ക് ഒരു മഹത്തായ ലക്ഷ്യം അവൻ വാഗ്ദാനം ചെയ്തു. നിങ്ങൾ തോറ്റവരല്ല, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച വംശമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങളല്ല, മറ്റുള്ളവരാണ്. എനിക്ക് അധികാരം തരൂ, ഞാനെല്ലാം ശരിയാക്കി തരാമെന്ന സന്ദേശമാണ് മൈൻ ക്യാമ്പ് നൽകിയത്. അവന്റെ വിചാരണയും ഒരു നാടകമായിരുന്നു. കോടതി മുറിയെ അവനൊരു പ്രസംഗവേദിയാക്കി മാറ്റി. താൻ ചെയ്തത് രാജ്യദ്രോഹമല്ല, രാജ്യസ്നേഹമാണെന്ന് അവൻ വാദിച്ചു. നിങ്ങൾക്കെന്നെ 1000 തവണ കുറ്റക്കാരനെന്ന് വിധിക്കാം, പക്ഷേ ചരിത്രത്തിന്റെ കോടതിയിൽ ഞാൻ കുറ്റവിമുക്തനാക്കപ്പെടുമെന്ന അവന്റെ വാക്കുകൾ പത്രങ്ങൾ വലിയ തലക്കെട്ടുകളായി അച്ചടിച്ചു. വിധി പറഞ്ഞ ന്യായാധിപന്മാർക്ക് പോലും അവനോടൊരു മൃദു സമീപനമുണ്ടായിരുന്നു. രാജ്യദ്രോഹത്തിന് ജീവപര്യന്തം വരെ കിട്ടാവുന്ന കുറ്റത്തിന് അവന് കിട്ടിയത് വെറും 5 വർഷത്തെ തടവ് ശിക്ഷ. അതും ലാൻസ്ബർഗ് എന്ന സുഖവാസ കേന്ദ്രം പോലുള്ള ജയിലിൽ. അവിടെ അവനൊരു പ്രത്യേക മുറിയും സന്ദർശകരെ കാണാനുള്ള സൗകര്യവും പുസ്തകങ്ങൾ വായിക്കാനും എഴുതാനുമുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ടായിരുന്നു. 5 വർഷത്തെ ശിക്ഷയിൽ വെറും 9 മാസം കഴിഞ്ഞപ്പോൾ അവനെ നല്ല നടപ്പിന് വിട്ടയച്ചു. 1924 ഡിസംബറിൽ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയത് പഴയ ഹിറ്റ്ലറായിരുന്നില്ല. അതൊരു പുതിയ മനുഷ്യനായിരുന്നു. കൂടുതൽ ശാന്തൻ, കൂടുതൽ തന്ത്രശാലി,
അക്ഷമനായ വിപ്ലവകാരിയുടെ കുപ്പായം അവൻ ജയിലിൽ ഉപേക്ഷിച്ചിരുന്നു. പകരം ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷം അവൻ എടുത്തണിഞ്ഞു. അവൻ പുറത്തിറങ്ങുമ്പോൾ കണ്ടത് ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു പാർട്ടിയെയാണ്. പക്ഷെ അവൻ ആശങ്കയുണ്ടായിരുന്നില്ല. അവന്റെ കയ്യിലൊരു പുതിയ ആയുധമുണ്ടായിരുന്നു, മൈൻ ക്യാമ്പ്, അവന്റെ ആശയങ്ങളുടെ വേദപുസ്തകം. അവന്റെ കയ്യിലൊരു പുതിയ തന്ത്രവുമുണ്ടായിരുന്നു, ജനാധിപത്യത്തിന്റെ മുഖമൂടി. അവൻ ആദ്യം ചെയ്തത് തന്നെ തടവിലാക്കിയ അതേ ബവേറിയൻ ഭരണകൂടത്തോട് മാപ്പു പറയുകയായിരുന്നു. എനിക്ക് തെറ്റുപറ്റി, ഇനി ഞാൻ നിയമം ലംഘിക്കില്ല, ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുമെന്ന അവന്റെ ഈ മാറ്റം കണ്ട് ഭരണകൂടം നാസി പാർട്ടിയുടെ നിരോധനം നീക്കി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നാസി പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഹിറ്റ്ലറിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. അവൻ വിചാരിച്ചതുപോലെ ആളുകൾ ഓടിവന്ന് പാർട്ടിയിൽ ചേർന്നില്ല. കാരണം ജർമ്മനിയുടെ അവസ്ഥ പതിയെ മെച്ചപ്പെട്ടു തുടങ്ങിയിരുന്നു. 1924 മുതൽ 1929 വരെയുള്ള കാലഘട്ടം ജർമ്മൻ ചരിത്രത്തിൽ സുവർണ 20കൾ അഥവാ ഗോൾഡൻ 20s എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്കയിൽ നിന്ന് വലിയ തോതിൽ വായ്പ കിട്ടിയതോടെ രാജ്യത്തെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു. പുതിയ ഫാക്ടറികൾ വന്നു, ആളുകൾക്ക് ജോലി കിട്ടി, പണപ്പെരുപ്പം നിയന്ത്രണത്തിലായി. ആളുകളുടെ കയ്യിൽ കാശ് വന്നു തുടങ്ങിയപ്പോൾ അവർക്ക് ഹിറ്റ്ലറിന്റെ തീപ്പൊരി പ്രസംഗങ്ങളിലൊന്നും വലിയ താൽപ്പര്യമില്ലാതായി. നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ആരും രാഷ്ട്രീയത്തിലെ തീവ്രമായ ആശയങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കില്ല. കഞ്ഞുകുടിച്ചു പോകാനുള്ള വകയുണ്ടെങ്കിൽ പിന്നെന്തിനാ വെറുതെ ബഹളമുണ്ടാക്കാൻ പോകുന്നത്? ഈയൊരു സാഹചര്യത്തിൽ ഹിറ്റ്ലറിന്റെ പ്രധാന ആയുധങ്ങളായ വംശീയ വെറുപ്പും രാജ്യസ്നേഹത്തിന്റെ തീവ്രവാദവും ശത്രുക്കളെക്കുറിച്ചുള്ള കഥകളുമൊന്നും അധികമേസിയില്ല. ആളുകൾ അവന്റെ യോഗങ്ങൾക്ക് വരുന്നത് കുറഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ നാസി പാർട്ടി ഒരു അമ്പേ പരാജയമായി. 1928 ദേശീയ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് വെറും 2.6% വോട്ടാണ്. പാർലമെന്റിലെ 491 സീറ്റിൽ വെറും 12 സീറ്റ്. ഇതൊരു വലിയ തിരിച്ചടിയായിരുന്നു. ഹിറ്റ്ലർ എന്ന രാഷ്ട്രീയ നേതാവ് തീർന്നു, ഇനി അയാൾക്കൊരു ഭാവിയുമില്ലെന്ന് പലരും ഉറപ്പിച്ചു. പക്ഷേ ഹിറ്റ്ലർ തളർന്നില്ല. ജയിലിൽ നിന്നവൻ പഠിച്ച ഏറ്റവും വലിയ പാഠം ക്ഷമയായിരുന്നു. അവൻ കാത്തിരിക്കാൻ തീരുമാനിച്ചു. ഇതൊരു താൽക്കാലിക ശാന്തതയാണ്. ഈ കാണുന്ന സാമ്പത്തിക ഭദ്രത ഒരു കടലാസ് കൊട്ടാരം പോലെയാണ്. ചെറിയൊരു കാറ്റടിച്ചാൽ അത് തകർന്നു വീഴും. അന്ന് ആളുകൾക്ക് വീണ്ടും എന്നെ വേണ്ടിവരും, അവൻ വിശ്വസിച്ചു. ഈ കാത്തിരിപ്പിന്റെ കാലത്ത് അവൻ വെറുതെയിരുന്നില്ല. അവൻ തന്റെ പാർട്ടിയെ ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരു ഉരുക്ക് സംഘടനയാക്കി മാറ്റുകയായിരുന്നു. അവൻ ജർമ്മനി മുഴുവൻ യാത്ര ചെയ്തു. ഓരോ ഗ്രാമത്തിലും ഓരോ പട്ടണത്തിലും അവൻ പാർട്ടിയുടെ ശാഖകൾ സ്ഥാപിച്ചു. പാർട്ടിയെ പല പല വിഭാഗങ്ങളായി തിരിച്ചു. വിദ്യാർത്ഥികൾക്കൊരു സംഘടന, സ്ത്രീകൾക്കൊരു സംഘടന, ഡോക്ടർമാർക്ക്, അധ്യാപകർക്ക്, കർഷകർക്ക്, സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള ആളുകളെയും ആകർഷിക്കാൻ വേണ്ടി പ്രത്യേക ഘടകങ്ങളുണ്ടാക്കി. അവന്റെ ഏറ്റവും വലിയ ശ്രദ്ധ പാർട്ടിയുടെ ഘടനയിലായിരുന്നു. അവൻ ഫ്യൂറർ പ്രിൻസിപ്പിൾ എന്നൊരാശയം നടപ്പിലാക്കി. അതായത് നേതാവിന്റെ തീരുമാനമാണ് അന്തിമം. പാർട്ടിയിൽ ജനാധിപത്യപരമായ ചർച്ചകളോ വോട്ടെടുപ്പോ ഇല്ല. ഏറ്റവും മുകളിൽ പരമാധികാരിയായ ഹിറ്റ്ലർ. അവൻ താഴെയുള്ള നേതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കും, അവർ അതിന് താഴെയുള്ളവർക്ക്. ഒരു പട്ടാളത്തിലെ അധികാര ശ്രേണി പോലെ. ഈയൊരു ഘടന കാരണം പാർട്ടിക്ക് വളരെ വേഗത്തിൽ തീരുമാനങ്ങളെടുക്കാനും അത് നടപ്പിലാക്കാനും കഴിഞ്ഞു. ഇതിനിടയിൽ പഴയ കൊടുങ്കാറ്റ് പടയായ എസ്ഐക്കൊരു ബദലായി അവൻ പുതിയ ഒരു സുരക്ഷാ വിഭാഗം രൂപം കൊടുത്തു, ഷുട്സ് സ്റ്റാഫൽ അഥവാ SS. കറുത്ത യൂണിഫോം ധരിച്ച ഏറ്റവും വിശ്വസ്തരും വംശീയമായി ശുദ്ധരും കായികക്ഷമതയുള്ള ചെറുകാരെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുത്തത്. SA ഒരു തെരുവുകുണ്ട സംഘം പോലെ ആയിരുന്നുവെങ്കിൽ SS ഒരു എലീറ്റ് പടയായിരുന്നു. അവരുടെ പ്രധാന ജോലി ഹിറ്റ്ലറുടെ വ്യക്തിപരമായ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതായിരുന്നു. ഹൈൻറിച്ച് ഹിംലർ എന്ന കണ്ണട വെച്ച ഒരു കോഴിക്കർഷകനായിരുന്നു ഈ ഭീകര സംഘടനയുടെ തലപ്പത്ത് വന്നത്. കാഴ്ചയിൽ ഒരു പാവത്താനെപ്പോലെ തോന്നുമെങ്കിലും ഹിംലറിന്റെ ഉള്ളിൽ ഒരു തണുത്ത ക്രൂരത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു പരാജയപ്പെട്ട പാർട്ടിയായി തോന്നുമെങ്കിലും ഉള്ളിൽ നാസി പാർട്ടി ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയിൽ തങ്ങളുടെ ശക്തി സംഭരിക്കുകയായിരുന്നു. ഒരു സ്പ്രിങ് അമർത്തിവെച്ചതുപോലെ. ശരിയായ അവസരത്തിനായി അവർ കാത്തിരുന്നു. ആ അവസരം വന്നു. 1929 ഒക്ടോബർ 24. ചരിത്രത്തിൽ ആ ദിവസം കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു. അങ്ങ് അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യം അഥവാ മഹാമാന്ദ്യം ആരംഭിച്ചു. അമേരിക്കയിൽ തുടങ്ങിയ ഈ പ്രശ്നം ഒരു സുനാമി പോലെ ലോകം മുഴുവൻ പടർന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രഹരമേറ്റ രാജ്യങ്ങളിലൊന്ന് ജർമ്മനിയായിരുന്നു. കാരണം ജർമ്മനിയുടെ സുവർണ 20കൾ പടുത്തുയർത്തിയത് അമേരിക്കൻ വായ്പയുടെ മുകളിലായിരുന്നു. അമേരിക്കൻ ബാങ്കുകൾ തകർന്നപ്പോൾ അവർ ജർമ്മനിക്ക് കൊടുത്ത പണം മുഴുവൻ തിരികെ ചോദിച്ചു. അതോടെ ജർമ്മൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലൊടിഞ്ഞു. ഫാക്ടറികൾ ഒന്നൊന്നായി പൂട്ടി, ബാങ്കുകൾ പൊളിഞ്ഞു.
ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് ജോലി നഷ്ടപ്പെട്ടു. തൊഴിലില്ലായ്മ അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലെത്തി. 6 മില്യൺ ജർമ്മൻകാർ, അതായത് രാജ്യത്തെ തൊഴിലാളികളിൽ 1/3 പേരും തൊഴിൽ രഹിതരായി. തെരുവുകളിൽ പട്ടിണി കിടക്കുന്നവരുടെ നീണ്ട നിരകൾ പ്രത്യക്ഷപ്പെട്ടു. ആളുകളുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്നു. അവർ നികുതി കൂട്ടി, ശമ്പളം വെട്ടിക്കുറച്ചു. ഇത് ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയേ ചെയ്തുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് ഹിറ്റ്ലർ എന്ന രാഷ്ട്രീയക്കാരന്റെ യഥാർത്ഥ കളി തുടങ്ങുന്നത്. അവൻ കാത്തിരുന്ന നിമിഷം വന്നെത്തിയിരിക്കുന്നു. കടലാസ് കൊട്ടാരം തകർന്നിരിക്കുന്നു. ഇപ്പോൾ ആളുകൾക്കൊരു രക്ഷകനെ വേണം. ഹിറ്റ്ലർ ആ രക്ഷകന്റെ വേഷമെടുത്തണിഞ്ഞു. അവൻ വീണ്ടും പ്രസംഗിക്കാൻ തുടങ്ങി. ഇത്തവണ അവന്റെ വാക്കുകൾക്ക് 10 മടങ്ങ് ശക്തിയുണ്ടായിരുന്നു. കാരണം അവൻ വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച കാര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഈ ഗവൺമെന്റ് നിങ്ങളെ ചതിക്കുകയാണെന്ന്. ഈ സാമ്പത്തിക വ്യവസ്ഥ ഒരു തട്ടിപ്പാണെന്ന്. ഇതിന്റെ എല്ലാം പിന്നിൽ അന്താരാഷ്ട്ര ജൂതഗൂഢാലോചനയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല. ഇപ്പോൾ കണ്ടില്ലേ, അനുഭവിച്ചില്ലേ? അവൻ ചോദിച്ചു. അവന്റെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ ഒഴുകിയെത്തി. പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനോട് അവന്റെ ദുരിതത്തിന് കാരണം അവനല്ല മറ്റൊരാളാണെന്ന് പറഞ്ഞാൽ അവനത് വിശ്വസിക്കും. ഹിറ്റ്ലർ അവർക്ക് ആ ശത്രുവിനെ വളരെ വ്യക്തമായി കാണിച്ചുകൊടുത്തു. വേഴ്സായ് ഉടമ്പടി, ജനാധിപത്യ ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റുകാർ, പിന്നെ എല്ലാത്തിനു മുകളിൽ ജൂതന്മാർ. ഇവരാണ് നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അവൻ ആവർത്തിച്ചു. അവൻ പരിഹാരവും നിർദ്ദേശിച്ചു. എനിക്ക് അധികാരം തരൂ. ഞാൻ ഈ രാജ്യത്തെ രക്ഷിക്കാം. ഞാൻ ഓരോ ജർമ്മൻകാരനും ജോലിയും ഭക്ഷണവും നൽകും. ഞാൻ വേഴ്സായ് ഉടമ്പടി വലിച്ചുകീറും. ജർമ്മനിയുടെ നഷ്ടപ്പെട്ട അഭിമാനം ഞാൻ തിരിച്ചുപിടിക്കും. നമ്മൾ വീണ്ടും ഒരു ശക്തമായ രാഷ്ട്രമാകും. അവന്റെ പ്രസംഗങ്ങൾ ഒരു കൊടുങ്കാറ്റുപോലെ ജർമ്മനിയിലാകമാനം ആഞ്ഞടിച്ചു. നാസി പാർട്ടിയുടെ പ്രചരണ വിഭാഗം ജോസഫ് ഗീബൽസ് എന്ന സമർത്ഥനായ ഒരു കൊച്ചുമനുഷ്യന്റെ നേതൃത്വത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അവർ ആധുനികമായ എല്ലാ പ്രചരണ മാർഗങ്ങളും ഉപയോഗിച്ചു. പോസ്റ്ററുകൾ, സിനിമകൾ, റേഡിയോ പ്രസംഗങ്ങൾ, ഗ്രാമഫോൺ റെക്കോർഡുകൾ, കൂറ്റൻ റാലികൾ. ഹിറ്റ്ലറെ ഒരു ദൈവത്തെപ്പോലെ ജർമ്മനിയെ രക്ഷിക്കാൻ വന്ന ഒരു അവതാര പുരുഷനായി അവർ അവതരിപ്പിച്ചു. വിമാനത്തിൽ പറന്നിറങ്ങുന്ന ഹിറ്റ്ലറുടെ ചിത്രങ്ങൾ, ആയിരക്കണക്കിന് പന്തങ്ങളുടെ വെളിച്ചത്തിൽ പ്രസംഗിക്കുന്ന ഹിറ്റ്ലറുടെ ചിത്രങ്ങൾ. ഈ ദൃശ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഫലം തെരഞ്ഞെടുപ്പിൽ കണ്ടു. 1930 നടന്ന തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടി ഒരത്ഭുതം സൃഷ്ടിച്ചു. 2 വർഷം മുൻപ് വെറും 12 സീറ്റുണ്ടായിരുന്ന അവർ ഒറ്റയടിക്ക് 107 സീറ്റുകൾ നേടി പാർലമെന്റിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി മാറി. അതൊരു തുടക്കം മാത്രമായിരുന്നു. അടുത്ത 2 വർഷം കൊണ്ട് അവരുടെ വളർച്ച ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. 1932 ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടി 230 സീറ്റുകൾ നേടി ജർമ്മനിയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. 1932 തെരഞ്ഞെടുപ്പിൽ ജർമ്മനിയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നാസി പാർട്ടി മാറിയപ്പോൾ ഹിറ്റ്ലറും അവന്റെ അണികളും കരുതിയത് കളി ജയിച്ചെന്നാണ്. സംഗതി ലോജിക്കല്ലേ? നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടിയിലെ നേതാവല്ലേ മുഖ്യമന്ത്രിയാവുന്നത്? അതുപോലെ ഹിറ്റ്ലർ നേരെ ചെന്ന് ജർമ്മനിയുടെ പ്രധാനമന്ത്രി, അതായത് ചാൻസലർ, കസേരയിലിരിക്കാമെന്ന് സ്വപ്നം കണ്ടു. പക്ഷേ എവിടെ? അവിടെയായിരുന്നു ശരിക്കുള്ള ചതുരംഗക്കളി തുടങ്ങിയത്. ജർമ്മൻ രാഷ്ട്രീയത്തിലെ കരുക്കൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ടായിരുന്നു. ഈ കളിയുടെ ഗതി തീരുമാനിക്കുന്ന ഒരൊറ്റയാളുണ്ടായിരുന്നു. കളത്തിലെ രാജാവെന്ന് വേണമെങ്കിൽ പറയാം. പ്രസിഡന്റ് പോൾ ഫോൺ ഹിൻഡൻബർഗ്. ഒരു 85 വയസ്സുള്ള ഒരു കിളവൻ. 1-ാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും വലിയ ഹീറോ. ഒരു പ്രൗഢഗംഭീരമായ രൂപം. ഒരു അസൽ പട്ടാള ജനറൽ. പഴയ പ്രമാണികളുടെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ഒരു മനുഷ്യൻ. ജർമ്മനിയിലെ ഏറ്റവും ഉയർന്ന പദവി അദ്ദേഹത്തിനായിരുന്നു. ചാൻസലറെ നിയമിക്കാനും പിരിച്ചുവിടാനുമുള്ള അധികാരം അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. ഈ ഹിൻഡൻബർഗിനെ ഹിറ്റ്ലറെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഒരു തരിമ്പ് പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഹിൻഡൻബർഗ് ഒരു പഴയ തറവാട്ടിലെ കാരണവരെ പോലെയായിരുന്നു. തലമുറകളായി സമൂഹത്തിൽ വിലയും നിലയുമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നയാൾ. അദ്ദേഹത്തിന്റെ കണ്ണിൽ ഹിറ്റ്ലർ ആരാണ്? ഓസ്ട്രിയയിൽ നിന്ന് വന്ന, ഒരു പശ്ചാത്തലവുമില്ലാത്ത, ഒരു കുടുംബമഹിമയുമില്ലാത്ത, തെരുവിൽ കിടന്ന് പ്രസംഗിച്ച് വളർന്നു വന്ന ഒരു സാധാരണക്കാരൻ, ഒരു ചെക്കൻ. ഹിൻഡൻബർഗ് അവനെ പുച്ഛത്തോടെ വിളിച്ചിരുന്നത് ആ ബൊഹീമിയൻ കോർപ്പറൽ എന്നായിരുന്നു. പട്ടാളത്തിലെ ഒരു ചെറിയ പദവിയിലിരുന്നവൻ തന്നെപ്പോലെ ഒരു ഫീൽഡ് മാർഷലിന് മുന്നിൽ വന്ന് അധികാരം ചോദിക്കുന്നതോ? ഹിൻഡൻബർഗിനെ അത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ ഒരു പഴയ തറവാട്ടിലെ കാരണവർ പെട്ടെന്ന് പണക്കാരനായ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ പുച്ഛത്തോടെ നോക്കുന്ന അതേ ഭാവം. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ ഹിറ്റ്ലർ പ്രസിഡന്റിനെ കാണാൻ പോയി. ചാൻസലർ സ്ഥാനം ആവശ്യപ്പെട്ടു. ഹിൻഡൻബർഗ് അവന്റെ മുഖത്തു നോക്കി പറഞ്ഞു,
നിങ്ങളെ ചാൻസലറാക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങളുടെ പാർട്ടി വളരെ തീവ്രവാദ സ്വഭാവമുള്ളതാണ്. നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ നിങ്ങൾ മറ്റുള്ളവരെ അടക്കി ഭരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈസ് ചാൻസലർ സ്ഥാനം തരാം. വേറെ ഏതെങ്കിലും ഒരു സർക്കാരിൽ ഒരു മന്ത്രിയാകാം. ഹിറ്റ്ലറുടെ ഉള്ളിൽ ദേഷ്യം തിളച്ചുമറിഞ്ഞെങ്കിലും അവൻ പുറത്തു കാണിച്ചില്ല. ജയിലിൽ നിന്ന് പഠിച്ച ക്ഷമ അവൻ പ്രയോഗിച്ചു. അവൻ ശാന്തനായി, പക്ഷേ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, പ്രസിഡന്റ് അവർകൾ, എനിക്ക് നിങ്ങളുടെ ഔദാര്യം വേണ്ട. ഞാൻ ജനങ്ങളെ അഭിമുഖീകരിച്ചാണ് വന്നത്. എന്റെ പാർട്ടിയാണ് ഏറ്റവും വലിയ പാർട്ടി. എനിക്ക് വേണ്ടത് ചാൻസലർ പദവിയാണ്, അതിൻ്റെ എല്ലാ അധികാരങ്ങളോടും കൂടി. ഒന്നുകിലെല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല. ഓൾ ഓർ നത്തിങ്. അതൊരു വാശിയായിരുന്നു. ഒരു തരിമ്പ് പോലും വിട്ടുവീഴ്ചയ്ക്ക് അവൻ തയ്യാറായിരുന്നില്ല. തനിക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു മന്ത്രിസഭയിൽ ഒരു സാധാരണ മന്ത്രിയായി ഒതുങ്ങിക്കൂടാൻ അവൻ ആഗ്രഹിച്ചില്ല. കാരണം അങ്ങനെ ചെയ്താൽ തന്റെ തീവ്രമായ പരിപാടികളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല. അതോടെ ചർച്ച വഴിമുട്ടി. ഹിറ്റ്ലർ ചാൻസലറാവില്ലെന്ന് ഹിൻഡൻബർഗും ചാൻസലർ പദവിയല്ലാതെ മറ്റൊന്നും സ്വീകരിക്കില്ലെന്ന് ഹിറ്റ്ലറും വാശിപിടിച്ചു. ജർമ്മനി ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി. ഭൂരിപക്ഷമുള്ള പാർട്ടിയെ ഒഴിവാക്കി ഒരു സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ? ഹിൻഡൻബർഗ് അതിനൊരു ശ്രമം നടത്തി. അയാൾ തന്റെ ഇഷ്ടക്കാരനായ ഫ്രാൻസ് ഫോൺ പാപ്പൻ എന്നൊരു പ്രമാണിയെ ചാൻസലറായി നിയമിച്ചു. പാപ്പന് പാർലമെന്റിൽ ഒരു പിന്തുണയുമില്ലായിരുന്നു. നാസികളും കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് സർക്കാരിനെതിരെ വോട്ട് ചെയ്തപ്പോൾ പാപ്പൻ സർക്കാർ നിലംപതിച്ചു. ഗതികെട്ട് ഹിൻഡൻബർഗ് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 1932 നവംബറിൽ. ഹിറ്റ്ലറിന് ആ തിരഞ്ഞെടുപ്പ് ഒരു ഭാരമായിരുന്നു. പാർട്ടിയുടെ കയ്യിൽ പ്രചരണത്തിന് പണമില്ലായിരുന്നു. അണികൾക്ക് മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. ഫലം വന്നപ്പോൾ നാസി പാർട്ടിക്ക് കുറച്ച് സീറ്റുകൾ കുറഞ്ഞു. 230 നിന്ന് 196 പക്ഷേ അപ്പോഴും അവരായിരുന്നു ഏറ്റവും വലിയ പാർട്ടി. പക്ഷേ ആ ചെറിയ തോൽവി ഹിറ്റ്ലറിന്റെ ഗ്രാഫ് താഴോട്ടാണെന്നൊരു തോന്നലുണ്ടാക്കി. പാർട്ടിയിൽ തന്നെ ചില അസ്വാരസ്യങ്ങൾ തുടങ്ങി. ഹിറ്റ്ലറിന്റെ വാശി കാരണമാണ് നമുക്ക് അധികാരം നഷ്ടപ്പെടുന്നത്. കിട്ടിയ വൈസ് ചാൻസലർ സ്ഥാനം വാങ്ങി ഒതുങ്ങിയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ചിലർ അടക്കം പറയാൻ തുടങ്ങി. ഈ ഒരു അവസരം മുതലെടുത്ത് ഹിൻഡൻബർഗ് അടുത്ത അടവെടുത്തു. അയാൾ പാപ്പനെ മാറ്റി ജനറൽ കുർട്ട് ഫോൺ ഷ്ലൈക്കർ എന്നൊരു പട്ടാള മേധാവിയെ ചാൻസലറാക്കി. ഷ്ലൈക്കർ ഒരു സൂത്രശാലിയായിരുന്നു. അയാൾ നാസി പാർട്ടിയെ പിളർത്താനൊരു ശ്രമം നടത്തി. പാർട്ടിയിൽ ഹിറ്റ്ലറുമായി അത്ര രസത്തിലല്ലാതിരുന്ന ഗ്രിഗർ സ്ട്രാസർ എന്നൊരു നേതാവിനെ അയാൾ വലവീശി പിടിക്കാൻ നോക്കി. അയാൾ സ്ട്രാസർക്ക് വൈസ് ചാൻസലർ സ്ഥാനം വാഗ്ദാനം ചെയ്തു. നിങ്ങൾ ഹിറ്റ്ലറെ വിട്ട് എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ഭരിക്കാം. ഇതറിഞ്ഞപ്പോൾ ഹിറ്റ്ലർ ശരിക്കും വിറച്ചുപോയി. തന്റെ പാർട്ടി പിളരുമോ? അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ പേടി. അവനുടനെ പാർട്ടിയുടെ ഒരു അടിയന്തര യോഗം വിളിച്ചു. അവിടെ വെച്ച് അവൻ സ്ട്രാസറെ കണക്കിന് വിരട്ടി. പാർട്ടിയിലെ മറ്റെല്ലാ നേതാക്കളെയും തന്റെ പക്ഷത്ത് നിർത്തി. ഒറ്റപ്പെട്ട സ്ട്രാസർക്ക് ഒടുവിൽ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കേണ്ടി വന്നു. ആ പിളർപ്പിൽ നിന്ന് ഹിറ്റ്ലർ പാർട്ടിയെ രക്ഷിച്ചു. പക്ഷേ അവന്റെ ശക്തി കുറയുകയാണെന്നൊരു തോന്നൽ എല്ലാവർക്കുമുണ്ടായി. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. പഴയ ചാൻസലറായ ഫ്രാൻസ് ഫോൺ പാപ്പൻ തന്നെ ചവിട്ടിപ്പുറത്താക്കിയ ഷ്ലൈക്കറോടും പ്രസിഡന്റ് ഹിൻഡൻബർഗിനോടും പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. പാപ്പന്റെ മനസ്സിൽ ഒരു കുബുദ്ധി ഉദിച്ചു. ഒരുമാതിരിപ്പെട്ട കുരുട്ടുബുദ്ധി. ഈ ഷ്ലൈക്കറെ എനിക്കൊന്നു പൂട്ടണം, അതിന് ഹിറ്റ്ലറിൽ ഉപയോഗിക്കാം. ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ. പാപ്പൻ രഹസ്യമായി ഹിറ്റ്ലറുമായി ചർച്ചകൾ തുടങ്ങി. 1933 ജാനുവരിയിൽ കൊളോണിലെ ഒരു ബാങ്കറുടെ വീട്ടിൽ വെച്ച് അവരൊരു കൂടിക്കാഴ്ച നടത്തി. അവിടെ വെച്ച് പാപ്പൻ തന്റെ ഗ്രാൻഡ് പ്ലാൻ ഹിറ്റ്ലറുടെ മുന്നിൽ വെച്ചു. പ്ലാൻ ഇതായിരുന്നു: നമ്മൾ ഒരുമിച്ച് പ്രസിഡന്റിനെ കാണുന്നു. നമ്മൾ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഈ സർക്കാരിൽ ഹിറ്റ്ലർ ചാൻസലർ, ഞാൻ വൈസ് ചാൻസലർ. പക്ഷേ ക്യാബിനറ്റിലെ ഭൂരിപക്ഷം മന്ത്രിമാരും എന്റെ ആൾക്കാരായിരിക്കും. പ്രതിരോധം, വിദേശകാര്യം, സാമ്പത്തികം തുടങ്ങിയ എല്ലാ പ്രധാന വകുപ്പുകളും നമ്മുടെ കയ്യിലായിരിക്കും. നാസികൾക്ക് കിട്ടുന്നത് 2 or 3 അപ്രധാനമായ വകുപ്പുകൾ മാത്രം. ഇങ്ങനെയാവുമ്പോൾ ഹിറ്റ്ലർ ചാൻസലർ ആണെങ്കിലും അവനൊരു പാവയെപ്പോലെയായിരിക്കും. ശരിക്കുള്ള ഭരണം നമ്മുടെ കയ്യിലായിരിക്കും. വി ഹാവ് ഹയേർഡ് ഹിം. നമ്മൾ അവനെ വാടകയ്ക്കെടുത്തിരിക്കുന്നു. ഇതായിരുന്നു പാപ്പന്റെയും അവനെ പിന്തുണച്ച വ്യവസായികളുടെയും പ്രമാണികളുടെയും ചിന്ത. അവർ ഹിറ്റ്ലറെ ഒരുപാട് വില കുറച്ചു കണ്ടു. അവർ വിചാരിച്ചു, ഈ തെരുവുകുണ്ടയെ അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ അവനെ മെരുക്കിയെടുക്കാമെന്ന്. അവനൊരു കളിപ്പാട്ടം പോലെ തങ്ങളുടെ കയ്യിലിരിക്കുമെന്ന്. അവനെ ഉപയോഗിച്ച് തങ്ങളുടെ പ്രധാന ശത്രുക്കളായ കമ്മ്യൂണിസ്റ്റുകാരെയും ട്രേഡ് യൂണിയനുകളെയും ഒതുക്കാം, എന്നിട്ട് അവനെ ഒരു മൂലയ്ക്ക് തള്ളിക്കളയാമെന്ന് അവർ കണക്കുകൂട്ടി. ഈ പ്ലാനുമായി അവർ ജർമ്മനിയിലെ വലിയ വ്യവസായികളെയും ബാങ്കർമാരെയും സമീപിച്ചു. അവർക്കും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു പേടി. ഒരു തൊഴിലാളി വിപ്ലവം വന്ന തങ്ങളുടെ ഫാക്ടറികളും സ്വത്തുക്കളുമെല്ലാം നഷ്ടപ്പെടുമോ എന്ന് അവർ ഭയന്നു.
അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീഷണിയെ നേരിടാൻ ഹിറ്റ്ലർ എന്ന ചെകുത്താനെ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് അവരും കരുതി. അവസാനത്തെ കടമ്പ പ്രസിഡന്റ് ഹിൻഡൻബർഗ് ആയിരുന്നു. ആ കിളവരെ പറഞ്ഞ് സമ്മതിപ്പിക്കണമായിരുന്നു. പാപ്പനും വ്യവസായികളും ഹിൻഡൻബർഗിന്റെ മകനായ ഓസ്കർ വഴി അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. രാജ്യം ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണ്. ഷ്ലൈക്കർക്ക് ഭരിക്കാൻ പറ്റുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ ശക്തി പ്രാപിക്കുന്നു. ഇപ്പോൾ ഹിറ്റ്ലറെ ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാം കൈവിട്ടുപോകും. പേടിക്കണ്ട, ഞങ്ങളവനെ നിയന്ത്രിച്ചുകൊള്ളാം. അവനൊരു അപകടവുമല്ല. ഹിൻഡൻബർഗ് ആകെ ആശയക്കുഴപ്പത്തിലായി. അയാൾക്ക് ഹിറ്റ്ലറെ ഇപ്പോഴും ഇഷ്ടമല്ല. പക്ഷെ ചുറ്റുമുള്ള എല്ലാവരും, തന്റെ മകൻ പോലും പറയുന്നത് ഇതാണ് ശരിയായ വഴിയെന്നാണ്. പ്രായത്തിന്റെ അവശതയും തുടർച്ചയായ രാഷ്ട്രീയ പ്രതിസന്ധികളും ആ വൃദ്ധനെ തളർത്തിയിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മനസ്സില്ലാ മനസ്സോടെ അയാൾ ആ കടുംകൈക്ക് സമ്മതിച്ചു. 1933 ജനുവരി 30 ഒരു തണുത്തുറഞ്ഞ പ്രഭാതം. അഡോൾഫ് ഹിറ്റ്ലർ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലെത്തി. വളരെ ലളിതമായൊരു ചടങ്ങിൽ വെച്ച് പ്രസിഡന്റ് ഹിൻഡൻബർഗ് താൻ പുച്ഛത്തോടെ കണ്ടിരുന്ന ആ ബൊഹീമിയൻ കോർപ്പറൽ എന്ന അഡോൾഫ് ഹിറ്റ്ലറെ ജർമ്മനിയുടെ ചാൻസലറായി നിയമിച്ചു. അവിടെയുണ്ടായിരുന്ന പാപ്പനും മറ്റു പ്രമാണികളും വിജയഭാവത്തിൽ പരസ്പരം നോക്കിച്ചിരിച്ചു. അവർ കരുതി തങ്ങളൊരു കടുവയെ തന്ത്രപരമായൊരു കൂട്ടിലടച്ചിരിക്കുകയാണെന്ന്. ഹിറ്റ്ലർ വളരെ ശാന്തനായി വിനയത്തോടെ പെരുമാറി. പക്ഷേ അവന്റെ ഉള്ളിലൊരു അഗ്നിപർവ്വതം പൊട്ടുകയായിരുന്നു. വർഷങ്ങളായി താൻ കണ്ട സ്വപ്നം, താൻ നടത്തിയ പോരാട്ടങ്ങൾ, സഹിച്ച അപമാനങ്ങൾ, എല്ലാത്തിനും ഫലം കണ്ടിരിക്കുന്നു. അവൻ അധികാരത്തിന്റെ ഏറ്റവും ഉയർന്ന പടവ് ചവിട്ടിയിരിക്കുന്നു. പാപ്പനും കൂട്ടരും ഒരു കാര്യം മറന്നുപോയിരുന്നു. അവരൊരു കടുവയെ കൂട്ടിലടച്ചതായിരുന്നില്ല. അവർ ആ കൂടിന്റെ താക്കോൽ കടുവയുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. ആ നിമിഷം മുതൽ ജർമ്മൻ ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങാൻ തുടങ്ങിയിരുന്നു. വെറുമൊരു ചാൻസലറായി ഒതുങ്ങാൻ വന്നവനല്ലായിരുന്നു ഹിറ്റ്ലർ. അവൻ വന്നത് ഒരു ഏകാധിപതിയാകാനായിരുന്നു. അതിലേക്കുള്ള ആദ്യത്തെ വാതിൽ അവനു മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുന്നു. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവൻ തന്റെ യഥാർത്ഥ നിറം പുറത്തെടുക്കാൻ പോകുകയായിരുന്നു. ചാൻസലർ കസേരയിലിരുന്ന ആദ്യത്തെ ദിവസം തന്നെ ഹിറ്റ്ലർ ഒരു കാര്യം മനസ്സിലാക്കി. ഈ കസേര ഒരു മുൾക്കിരീടമാണ്. പേരിന് താനാണ് ചാൻസലർ, പക്ഷേ മന്ത്രിസഭയിൽ തനിക്കുള്ളത് വെറും 2 നാസി മന്ത്രിമാർ മാത്രം. ബാക്കി എല്ലാവരും തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി പാപ്പനും ഹിൻഡൻബർഗും കുത്തിനിറച്ച പ്രമാണികളാണ്. ഈയൊരു സാഹചര്യത്തിൽ തന്റെ തീവ്രമായ പരിപാടികളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല. എന്തു ചെയ്യാൻ ശ്രമിച്ചാലും അവർ തടസ്സം നിൽക്കും. ഹിറ്റ്ലറിന് മനസ്സിലായി, ഈ കെട്ടുപാടുകൾ എത്രയും പെട്ടെന്ന് പൊട്ടിച്ചെറിയണം. ഈ വാടകയ്ക്കെടുത്ത ചാൻസലർ എന്ന നിലയിൽ നിന്ന് രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരിയായി മാറണം. അതിനൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. പാർലമെന്റിൽ, അതായത് റൈക്സ്ടാഗിൽ, നാസി പാർട്ടിക്ക് തനിച്ചു ഭൂരിപക്ഷം നേടുക. അപ്പോൾ പിന്നെ ഈ പാപ്പന്റെയും കൂട്ടരുടെയും ഔദാര്യം വേണ്ട. സ്വന്തമായി തീരുമാനങ്ങളെടുക്കാം. അതുകൊണ്ട് അവൻ ചാൻസലറായി അധികാരമേറ്റ ഉടനെ പ്രസിഡന്റ് ഹിൻഡൻബർഗിനോടൊരു കാര്യം ആവശ്യപ്പെട്ടു. ഈ പാർലമെന്റ് പിരിച്ചുവിടണം. പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തണം. ജനങ്ങൾ ഞങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുമോ എന്ന് നോക്കാലോ. ഹിൻഡൻബർഗിനും പാപ്പനും അതിൽ വലിയ എതിർപ്പൊന്നുമുണ്ടായിരുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നാൽ നാസികൾക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്നും അതോടെ തങ്ങളുടെ വിലപേശൽ ശേഷി കൂടുമെന്നും അവർ കണക്കുകൂട്ടി. അങ്ങനെ 1933 മാർച്ച് 5 പുതിയൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. ഹിറ്റ്ലറിന് മുന്നിൽ ഏകദേശം 1 മാസത്തെ സമയമുണ്ട്. ഈ 1 മാസം കൊണ്ട് ജർമ്മൻ ജനതയെ പൂർണ്ണമായി തന്റെ പക്ഷത്തെത്തിക്കണം. ഇവിടെയാണ് ചാൻസലർ പദവി അവനൊരു വലിയ ആയുധമായത്. ഇപ്പോൾ അവൻ വെറുമൊരു പ്രതിപക്ഷ നേതാവല്ല, രാജ്യത്തിന്റെ ഭരണതലവനാണ്. സ്റ്റേറ്റിന്റെ എല്ലാ സംവിധാനങ്ങളും അവന്റെ കയ്യിലാണ്. പോലീസ്, റേഡിയോ, സർക്കാർ ഓഫീസുകൾ, ഇതെല്ലാം അവൻ തന്റെ പാർട്ടിയുടെ പ്രചരണത്തിനായി ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. നാസി പാർട്ടിയുടെ പ്രചരണയന്ത്രം അതിന്റെ പൂർണ്ണ ശക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഗീബൽസിന്റെ നേതൃത്വത്തിൽ അവർ ജർമ്മനിയെ ഇളക്കിമറിച്ചു. പക്ഷെ ഹിറ്റ്ലറിന് അറിയാമായിരുന്നു, സാധാരണ പ്രചരണം മാത്രം പോരാ. ജനങ്ങളെ ശരിക്കും പേടിപ്പിക്കുന്ന, അവരെക്കൊണ്ട് ഈ നാസികളല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു വലിയ സംഭവം നടക്കണം. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. ആ ഷോക്ക് അവനെ തേടിയെത്തി. 1933 ഫെബ്രുവരി 27, തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം മുൻപ്. അന്ന് രാത്രി ബെർലിനിലെ ആകാശത്തേക്ക് ചുവന്ന തീജ്വാലകൾ ഉയർന്നു. ജർമ്മൻ ജനാധിപത്യത്തിന്റെ പ്രതീകമായ റൈക്സ്ടാഗ് ബിൽഡിംഗ്, അതായത് പാർലമെന്റ് മന്ദിരം, കത്തിക്കൊണ്ടിരിക്കുന്നു. ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഹിറ്റ്ലർ ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തി. കത്തിയമരുന്ന കെട്ടിടത്തിനു മുന്നിൽ നിന്ന് തീയുടെ വെളിച്ചത്തിൽ അവന്റെ മുഖം ഒരു ചെകുത്താന്റേതുപോലെ തിളങ്ങി. അവൻ അലറി, ഇതൊരു സാധാരണ തീയല്ല, ഇതൊരു സിഗ്നലാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പണിയാണ്. അവർ ഈ രാജ്യത്ത് ഒരു വിപ്ലവമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവർ ആദ്യം പാർലമെന്റ് കത്തിച്ചു,
നാളെ അവർ സർക്കാർ മന്ദിരങ്ങൾ കത്തിക്കും, വീടുകൾ കത്തിക്കും, നിങ്ങളുടെ കുട്ടികളെ കൊല്ലും. ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ ജർമ്മനി നശിക്കും. ആ തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം ആരാണെന്നത് ഇന്നും ഒരു തർക്കവിഷയമാണ്. സംഭവസ്ഥലത്ത് നിന്ന് മാനസിക നില തെറ്റിയ ഒരു ഡച്ച് കമ്മ്യൂണിസ്റ്റിനെ, മാരിനസ് വാൻഡർ ലൂബെ എന്നയാളെ പോലീസ് പിടികൂടി. അയാൾ കുറ്റം സമ്മതിച്ചു. പക്ഷേ അത്രയും വലിയൊരു കെട്ടിടം ഒരാൾക്ക് തനിച്ച് കത്തിക്കാൻ പറ്റുമോ എന്ന സംശയം ബാക്കി നിന്നു. നാസികൾ തന്നെയാണ് ഈ തീയിട്ടതെന്നും എന്നിട്ട് അതിന്റെ കുറ്റം കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിൽ കെട്ടിവെച്ചതാണെന്നും ഒരുപാട് പേർ വിശ്വസിക്കുന്നു. കാരണം ആ തീപിടുത്തം കൊണ്ട് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കിയത് ഹിറ്റ്ലറായിരുന്നു. ആരാണത് ചെയ്തതെന്നത് പ്രശ്നമായിരുന്നില്ല. ഹിറ്റ്ലർ ആ അവസരം പൂർണ്ണമായും മുതലെടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ പ്രസിഡന്റ് ഹിൻഡൻബർഗിനെ കാണാൻ ഓടിച്ചെന്നു. പ്രസിഡന്റ് അവർകൾ, രാജ്യം വലിയ അപകടത്തിലാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ഭീഷണിയെ നേരിടാൻ എനിക്ക് പ്രത്യേക അധികാരങ്ങൾ തരണം. സാധാരണ നിയമങ്ങൾ കൊണ്ട് ഇവരെ നേരിടാൻ പറ്റില്ല. പേടിച്ചുപോയ ഹിൻഡൻബർഗ് ഹിറ്റ്ലർ കൊണ്ടുവന്ന ഒരു പുതിയ ഉത്തരവിൽ ഒപ്പുവെച്ചു. ആ ഉത്തരവിന്റെ പേര് റൈക്സ്ടാഗ് ഫയർ ഡിക്രി എന്നായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ നിയമങ്ങളിലൊന്ന്. ആ ഉത്തരവ് ഒറ്റ രാത്രി കൊണ്ട് ജർമ്മനിയിലെ സാധാരണ പൗരന്മാരുടെ എല്ലാ മൗലികാവകാശങ്ങളും എടുത്തുകളഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം, സ്വകാര്യതയ്ക്കുള്ള അവകാശം എല്ലാം റദ്ദാക്കി. പോലീസിന് ആരെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാനും അധികാരം കിട്ടി. ആ ഉത്തരവ് എന്ന ഇരുമ്പുദണ്ട് കയ്യിൽ കിട്ടിയതോടെ ഹിറ്റ്ലർ തന്റെ യഥാർത്ഥ രൂപം പുറത്തെടുത്തു. അവൻ തന്റെ പ്രധാന ശത്രുക്കളായ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഒരു വേട്ട തുടങ്ങി. ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും പ്രവർത്തകരെയും എസ്ഐയും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. അവരുടെ ഓഫീസുകൾ അടച്ചുപൂട്ടി, പത്രങ്ങൾ നിരോധിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു. റോഡിലിറങ്ങി പ്രകടനം നടത്താനോ പോസ്റ്റർ ഒട്ടിക്കാനോ പോലും അവരെ സമ്മതിച്ചില്ല. ഈയൊരു ഭീകര അന്തരീക്ഷത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു വശത്ത് ഹിറ്റ്ലറെ ഒരു രക്ഷകനായി അവതരിപ്പിക്കുന്ന അതിശക്തമായ നാസി പ്രചരണം, മറുവശത്ത് തല്ലിച്ചതയ്ക്കപ്പെട്ട, നിശബ്ദരാക്കപ്പെട്ട ഒരു പ്രതിപക്ഷം. ഫലം വന്നപ്പോൾ നാസി പാർട്ടിക്ക് 43.9% വോട്ട് കിട്ടി. അതൊരു വലിയ മുന്നേറ്റമായിരുന്നു. പക്ഷേ അപ്പോഴും അവർക്ക് തനിച്ചു ഭൂരിപക്ഷമില്ലായിരുന്നു. 50% കടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹിറ്റ്ലർ നിരാശനായില്ല. അവന് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പാർലമെന്റിലെ ഭൂരിപക്ഷം വേണ്ട, പാർലമെന്റിന്റെ അധികാരം തന്നെ ഇല്ലാതാക്കിയാലോ? അതിനായി അവനൊരു പുതിയ നിയമം കൊണ്ടുവന്നു, ദ എനേബിളിംഗ് ആക്ട് അഥവാ അധികാരപ്പെടുത്തൽ നിയമം. ആ നിയമം പാസായാൽ അടുത്ത 4 വർഷത്തേക്ക് നിയമങ്ങളുണ്ടാക്കാനുള്ള പാർലമെന്റിന്റെ അധികാരം മുഴുവൻ ചാൻസലറായ ഹിറ്റ്ലറുടെ സർക്കാരിന് ലഭിക്കും. അതായത് പാർലമെന്റിനോട് ചോദിക്കാതെ, പ്രസിഡന്റിനോട് ചോദിക്കാതെ എന്ത് നിയമവും ഉണ്ടാക്കാൻ ഹിറ്റ്ലറിന് കഴിയും. ചുരുക്കത്തിൽ ജർമ്മൻ ജനാധിപത്യത്തെ അതിന്റെ ശവപ്പെട്ടിയിൽ വെച്ച് അവസാനത്തെ ആണിയടിക്കുന്ന നിയമമായിരുന്നു അത്. പക്ഷേ ഈ നിയമം പാസ്സാകണമെങ്കിൽ പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം വേണം. നാസികൾക്ക് ഒറ്റയ്ക്കതില്ല. അവർക്ക് മറ്റു പാർട്ടികളുടെ പിന്തുണ വേണം. കമ്മ്യൂണിസ്റ്റ് എംപിമാരെ ഒന്നുകിൽ ജയിലിലാക്കുകയോ അല്ലെങ്കിൽ ഒളിവിൽ പോകാൻ നിർബന്ധിക്കുകയോ ചെയ്തുകൊണ്ട് ഹിറ്റ്ലർ അവരുടെ വോട്ടുകളില്ലാതാക്കി. പിന്നെ അവശേഷിക്കുന്നത് സെന്റർ പാർട്ടി എന്ന കത്തോലിക്ക പാർട്ടിയായിരുന്നു. അവരെ ഭീഷണിപ്പെടുത്തിയും അവരുടെ മതപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാമെന്ന വാഗ്ദാനം നൽകിയും ഹിറ്റ്ലർ അവരുടെ പിന്തുണ ഉറപ്പിച്ചു. 1933 മാർച്ച് 23 റൈക്സ്ടാഗ് അവസാനമായി സമ്മേളിച്ചു. കെട്ടിടം കത്തിപ്പോയതുകൊണ്ട് അടുത്തുള്ള ഒരു ഓപ്പറ ഹൗസിലായിരുന്നു സമ്മേളനം. ആ ഹാളിന് പുറത്തു മുഴുവൻ തോക്കേന്തിയ എസ്എയും എസ്എസും കാവൽ നിന്നു. അകത്തേക്കു വരുന്ന പ്രതിപക്ഷ എംപിമാരെ അവർ ഭീഷണിപ്പെടുത്തി. നിയമത്തിനനുകൂലമായി വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് എന്ന് അവർ അലറി. ആ ഭീകരാന്തരീക്ഷത്തിൽ ഹിറ്റ്ലർ തന്റെ പ്രസംഗം നടത്തി. എനിക്ക് 4 വർഷം തരൂ, ഈ രാജ്യത്തെ ഞാൻ പുനർനിർമ്മിക്കാം. അതിനുവേണ്ടിയാണ് ഈ അധികാരം. വോട്ടെടുപ്പ് നടന്നു. ഭയത്തിന്റെ നിഴലിൽ മിക്കവാറും എല്ലാ പാർട്ടികളും ആ നിയമത്തെ പിന്തുണച്ചു. സോഷ്യൽ ഡെമോക്രാറ്റുകൾ മാത്രമാണ് ധൈര്യത്തോടെ അതിനെതിരെ വോട്ട് ചെയ്തത്. നിയമം 2/3 ഭൂരിപക്ഷത്തോടെ പാസായി. ആ നിമിഷം ഹിറ്റ്ലർ തന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞിരുന്നു. പാപ്പനും ഹിൻഡൻബർഗും അവനെ നിയന്ത്രിക്കാൻ വേണ്ടിയുണ്ടാക്കിയ കൂട് അവൻ തകർത്തെറിഞ്ഞു. ഇപ്പോഴവൻ ജർമ്മനിയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ഏകാധിപതിയാണ്. ജനാധിപത്യത്തിന്റെ എല്ലാ വാതിലുകളും അവൻ കുട്ടിയടച്ചു. 4 വർഷത്തേക്ക് അവൻ തന്നെയായിരുന്നു നിയമം, അവൻ തന്നെയായിരുന്നു രാഷ്ട്രം.
വെറും 52 ദിവസം കൊണ്ട് ഒരു വാടക ചാൻസലറിൽ നിന്ന് അവൻ ഒരു സമ്പൂർണ്ണ ഡിക്റ്റേറ്ററായി സ്വയം അവരോധിച്ചിരുന്നു. ആ തീ കത്തുന്ന രാത്രിയും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും ജർമ്മനിയെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് തള്ളിവിടുന്നതിന്റെ തുടക്കമായിരുന്നു. ഒരു സർജൻ ശരീരത്തിലെ കേടായ ഭാഗങ്ങൾ ഒന്നൊന്നായി മുറിച്ചുമാറ്റുന്നതുപോലെ അവൻ ജർമ്മൻ സമൂഹത്തിലെ തനിക്കിഷ്ടമില്ലാത്ത എല്ലാത്തിനെയും വെട്ടിമാറ്റാൻ തുടങ്ങി. ഈ പ്രക്രിയയ്ക്ക് നാസികൾ ഒരു ഓമന പേരിട്ടു, ഗ്ലൈക്ഷാൾട്ടും. അതിന്റെ അർത്ഥം ഏകീകരണം അല്ലെങ്കിൽ ഒരുപോലെയാക്കൽ എന്നൊക്കെയാണ്. ജർമ്മനിയിലെ എല്ലാത്തിനെയും നാസി പാർട്ടിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, ഒരേ താളത്തിൽ ചലിപ്പിക്കുക. അവന്റെ ആദ്യത്തെ ലക്ഷ്യം മറ്റു രാഷ്ട്രീയ പാർട്ടികളായിരുന്നു. ജർമ്മനിയിൽ ഇനി നാസി പാർട്ടിയല്ലാതെ വേറൊരു പാർട്ടി ഉണ്ടാകാൻ പാടില്ല. അവൻ ആദ്യം തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ നിരോധിച്ചു. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നേതാക്കന്മാരെ ജയിലിലടച്ചു. അതോടെ മറ്റു ചെറിയ പാർട്ടികൾ പേടിച്ചു. അവർ സ്വയം പിരിഞ്ഞുപോയി. അവസാനം 1933 ജൂലൈ ആയപ്പോഴേക്കും ഹിറ്റ്ലർ ഒരു നിയമം പാസാക്കി. ജർമ്മനിയിൽ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ തൊഴിലാളി പാർട്ടി മാത്രമാണ് ഏക നിയമപരമായ രാഷ്ട്രീയ പാർട്ടി. പുതിയ പാർട്ടികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരമാണ്. അതോടെ ജർമ്മനി ഒരു ഒറ്റപ്പാർട്ടി രാജ്യമായി മാറി. അടുത്തത് ട്രേഡ് യൂണിയനുകളായിരുന്നു. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദിക്കുന്ന, സമരം ചെയ്യുന്ന ട്രേഡ് യൂണിയനുകൾ ഒരു ഏകാധിപതിക്ക് എന്നും തലവേദനയാണ്. 1933 മെയ് 1 തൊഴിലാളി ദിനത്തിൽ ഹിറ്റ്ലർ വലിയൊരു റാലി നടത്തി. തൊഴിലാളികളാണ് രാജ്യത്തിന്റെ നട്ടെല്ല് എന്നൊക്കെ പ്രസംഗിച്ചു. പിറ്റേന്ന് മെയ് 2 അവന്റെ എസ്ഐയും പോലീസും ചേർന്ന് രാജ്യത്തെ എല്ലാ ട്രേഡ് യൂണിയൻ ഓഫീസുകളും റെയ്ഡ് ചെയ്തു. നേതാക്കന്മാരെയെല്ലാം അറസ്റ്റ് ചെയ്തു. അവരുടെ ഫണ്ടുകളെല്ലാം പിടിച്ചെടുത്തു. എന്നിട്ട് എല്ലാ ട്രേഡ് യൂണിയനുകളെയും ഒരുമിപ്പിച്ച് ജർമ്മൻ ലേബർ ഫ്രണ്ട് എന്ന ഒരൊറ്റ സർക്കാർ സംഘടനയാക്കി മാറ്റി. അതിന്റെ തലപ്പത്തും ഒരു നാസിയെ വെച്ചു. അതോടെ തൊഴിലാളികൾക്ക് സമരം ചെയ്യാനോ ശമ്പള വർധനവ് ആവശ്യപ്പെടാനോ ഉള്ള എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടു. അവർ സർക്കാരിന്റെ അടിമകളായി. പിന്നെ അവൻ തിരിഞ്ഞത് സംസ്ഥാന സർക്കാരുകൾക്ക് നേരെയായിരുന്നു. ജർമ്മനി പല സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു ഫെഡറൽ സംവിധാനമായിരുന്നു. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ സർക്കാരും നിയമങ്ങളും ഉണ്ടായിരുന്നു. ഹിറ്റ്ലർ ഈ സംവിധാനം എടുത്തുകളഞ്ഞു. എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും പിരിച്ചുവിട്ട് അവിടെ തന്റെ വിശ്വസ്തരായ നാസി നേതാക്കന്മാരെ ഗവർണർമാരായി നിയമിച്ചു. അതോടെ ജർമ്മനി ഒരു കേന്ദ്രീകൃത ഭരണത്തിന് കീഴിലായി. ബെർലിനിലിരുന്ന് ഹിറ്റ്ലർ പറയുന്നതെന്തോ അത് രാജ്യം മുഴുവൻ നടപ്പിലാകും. സമൂഹത്തിലെ എല്ലാ മേഖലകളിലും ഈ ഏകീകരണം നടന്നു. പത്രങ്ങൾ, റേഡിയോ, സിനിമ, നാടകം, സാഹിത്യം, സംഗീതം, ചിത്രകല എല്ലാം ഗീബൽസിന്റെ നേതൃത്വത്തിലുള്ള പുതിയ പ്രൊപ്പഗാൻഡ മന്ത്രാലയത്തിന്റെ കീഴിലായി. നാസി ആശയങ്ങൾക്ക് വിരുദ്ധമായ ഒന്നും പ്രസിദ്ധീകരിക്കാനോ പ്രക്ഷേപണം ചെയ്യാനോ പാടില്ലായിരുന്നു. ഒരുപാട് എഴുത്തുകാരും കലാകാരന്മാരും രാജ്യം വിട്ടുപോയി. അല്ലാത്തവരെ നിശബ്ദരാക്കി. 1933 മെയ് മാസത്തിൽ ഗീബൽസിന്റെ നേതൃത്വത്തിൽ നാസി വിദ്യാർത്ഥികൾ ബെർലിനിലെ തെരുവുകളിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചു. പുസ്തകങ്ങൾ കത്തിക്കൽ. ആൽബർട്ട് ഐൻസ്റ്റീൻ, സിഗ്മണ്ട് ഫ്രോയിഡ്, തോമസ് മാൻ തുടങ്ങിയ മഹാരഥന്മാരുടെ ജർമ്മൻ വിരുദ്ധമെന്നവർ മുദ്രകുത്തിയ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ അവർ പുതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ചു. എവിടെ അവർ പുസ്തകങ്ങൾ കത്തിക്കുന്നുവോ അവിടെ അവർ ഒടുവിൽ മനുഷ്യരെയും കത്തിക്കുമെന്ന് 100 വർഷം മുൻപ് ഹൈൻറിച്ച് ഹൈനെ എന്ന ജർമ്മൻ കവി എഴുതിയത് ഒരു ഭീകരമായ പ്രവചനമായി മാറി. ഈ അടിച്ചമർത്തലുകൾക്കെല്ലാം അവർ ഉപയോഗിച്ച പ്രധാന ഉപകരണം ഭയമായിരുന്നു. അതിനായി അവരൊരു പുതിയ പോലീസ് സംവിധാനം രൂപീകരിച്ചു, ഗെസ്റ്റാപ്പോ. ഗെസ്റ്റാപ്പോ എന്നാൽ ഗെഹൈമെ സ്റ്റാറ്റ്സ് പൊലിറ്റ്സായി, അതായത് രഹസ്യ സ്റ്റേറ്റ് പോലീസ്. അവർക്ക് പരിധിയില്ലാത്ത അധികാരങ്ങളായിരുന്നു. ആരെയും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, ചോദ്യം ചെയ്യാം, പീഡിപ്പിക്കാം. ഒരു സാധാരണ പൗരൻ തന്റെ അയൽക്കാരനോട് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ചുപോലും സർക്കാരിനെതിരെ ഒരു വാക്കു പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഗെസ്റ്റാപ്പോയുടെ കറുത്ത കാർ അവന്റെ വീട്ടുപടിക്കൽ വരും. പിന്നെ അവനെ ആരും കാണില്ല. ആളുകൾ പരസ്പരം പേടിക്കാൻ തുടങ്ങി. ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. ഇതോടൊപ്പം ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിക്കപ്പെട്ടു. ഡാക്കാവു ആയിരുന്നു ആദ്യത്തേത്. തുടക്കത്തിൽ രാഷ്ട്രീയ തടവുകാരെ, അതായത് കമ്മ്യൂണിസ്റ്റുകാരെയും സോഷ്യലിസ്റ്റുകാരെയും പുനർവിദ്യാഭ്യാസം നൽകാനാണ് ഈ ക്യാമ്പുകളെന്ന് സർക്കാർ പറഞ്ഞു. പക്ഷേ സത്യത്തിൽ
അവ പീഡനകേന്ദ്രങ്ങളായിരുന്നു. അവിടെ തടവുകാരെ ക്രൂരമായി മർദ്ദിക്കുകയും പട്ടിണിക്കിടയിക്കുകയും കഠിനമായി ജോലി ചെയ്യിപ്പിക്കുകയും പലപ്പോഴും കൊന്നുകളയുകയും ചെയ്തു. ഇനി ഹിറ്റ്ലറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ജൂതന്മാർക്കെതിരായ നടപടികൾ. നമുക്ക് അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യാം.